കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ജോയ്സ് ടി വി എന്ന ടെസ്റ്റിമണി ചാനലിലൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരവസരം കൂടെ തന്നതോർത്ത കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ആത്മീയ അനുഭവങ്ങൾ കേൾവിക്കാരാകുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹമാകുന്നു എന്ന് പ്രിയ ദൈവമക്കളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കേൾക്കുവാനായിട്ട് നാം കടന്നു പോവുകയാണ്. ഇന്ന് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവദാസി സിസ്റ്റർ ജോൺസി ജോണി ഫ്രം ബാംഗ്ലൂർ. പ്രൈസ് ലോർഡ് ദേവാസേ. എന്തൊക്കെയുണ്ട്? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിത അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, ഈ നല്ല സമയത്തിനായ സ്തോത്രം. പ്രിയ ദൈവദാസിയെ ഞങ്ങൾക്ക് ലഭ്യമായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദാസിലൂടെ കേൾക്കുന്ന ജീവിത അനുഭവങ്ങൾ കർത്താവെ കേൾവിക്കാരാകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരണം. പാദപീഠയെ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, തുടർന്നുള്ള സമയങ്ങൾ ദൈവദാസിയുടേതാണ്. ജീവിതാനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് ജോയ്സ് ടി വിയോട് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് എനിക്കൊരവസരം കൂടെ അനുവദിച്ചു തന്നതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്തദാസനും കുടുംബത്തിനും ജോയ്സ് ടി വിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വചനമാണ്. ആ വചനം ഒന്ന് ഞാൻ വായിച്ചിട്ട് എൻ്റെ ടെസ്റ്റ് മണിയിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജോൺസി ജോണി. ഞങ്ങൾ കർണാടകയിലാണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന മലയാളികളാണ്. ഷിമോഗ ചിക്മംഗ്ലൂരിനിടയ്ക്ക് തരീക്കര താലൂക്കിലാണ് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലും ഞാനൊരു ചെറിയ ജോലിയുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്നു. എൻ്റെ ടെസ്റ്റ് മണി ആരംഭം തൊട്ട് പറയുന്നതിന് മുമ്പ് ഒരു വചനം വായിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ അതിൻ്റെ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം 10-11 വാക്യങ്ങളാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. ഈ ഒരു വചനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഒരവസരം തന്ന കർത്താവിന് പിന്നെയും നന്ദി അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പറഞ്ഞല്ലോ, എൻ്റെ പേര് ജോൺസി ജോണി. ഞങ്ങൾ കർണാടകയിലായിരിക്കുന്നു. എൻ്റെ ജനനം, എൻ്റെ പേരൻസൊക്കെ വണ്ടിപ്പെരിയാർ കുമളി എന്ന സ്ഥലത്ത് വണ്ടിപ്പെരിയാർ താലൂക്കിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് മാതാപിതാക്കളുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. മൂത്തൊരു ചേച്ചിയാണ്, ഇളയതൊരു ആങ്ങളെയാണ്. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് 3 പേർക്കും കർത്തൃവേലയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരാണ്. ആ ഒരു അവസ്ഥയിലൂടെ വളർന്നു വന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ജനിക്കുമ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മർത്തോമയാണ്. എന്നാൽ വലിയപ്പച്ചനൊക്കെ TPM വിശ്വാസത്തിലായിരുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു കൈപ്പേറിയ അനുഭവം നിമിത്തം അവർ TPM മർത്തോമയിലേക്ക് മാറാൻ ഇടയായിത്തീർന്നു. എൻ്റെ ബാല്യകാലമെല്ലാം മർത്തോമ സ്ഥാപനത്തിലാണ് ഞാൻ വളർന്നത്. ചെറുപ്പം മുതലേ ഞാനൊരു ആസ്മ രോഗിയാണ്. ഏകദേശം ഒരു 6 മാസം വരെ ഞാനൊരു ആസ്മ രോഗിയായിരുന്നു. അതിനുശേഷം അതിൽ നിന്നൊരു വിടുതലൊക്കെ ദൈവം തന്നു. പിന്നീട് എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഞാൻ ജീവിതത്തിലെ സാഹചര്യങ്ങൾ തികഞ്ഞൊരു മദ്യപാനി, വീട്ടിലെ കഷ്ടപ്പാടൊക്കെ നിമിത്തം എല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നിമിത്തമൊക്കെ എന്നെ മർത്തോമയുടെ സ്ഥാപനം ഇലന്തൂർ ബാല്യഭവനിലേക്ക് എന്നെ മാറ്റാൻ ഇടയായി തീർന്നു. മർത്തോമ ചർച്ച് മുഖേന എന്നെ അവിടെ ചേർത്തു. ചേച്ചിയും ആങ്ങളെയും വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇടയായി തീർന്നു. എൻ്റെ പഠനം ഏകദേശം 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ തന്നെ നിന്ന് പഠിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു.
അവിടെ പഠിക്കുന്ന സമയത്തും എനിക്ക് ഈ 6 മാസം വരെ ഉണ്ടായിരുന്ന ആസ്മ പിന്നെ എനിക്ക് തിരിച്ചു വന്നു. ഏകദേശം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു പനിയോടുകൂടെ പിന്നെ തീർത്തും ഒരു ആസ്മ രോഗിയായിട്ട് മാറാനിടയായി തീർന്നു. കണ്ടിന്യൂ അനേക വർഷങ്ങൾ ഈ ആസ്മ എന്ന രോഗത്താൽ ഞാൻ വളരെ ഭാരപ്പെട്ട ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ അത് കടന്നു വരുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പിന്നെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം അവിടെ വെച്ച് ഞാൻ ഈ രോഗത്താൽ ഞാൻ കഷ്ടപ്പെടാനിടയായി തീർന്നു. എങ്കിലും കർത്താവ് എനിക്ക് 10ാം ക്ലാസ് വരെ ആയിരുന്നു പഠിക്കാനുള്ള കൃപ കർത്താവ് തന്നു. 10ന് ശേഷം എനിക്കൊരു സ്പോൺസർ ഇല്ലാഞ്ഞത് കൊണ്ട് എനിക്ക് ഏകദേശം 2 വർഷം കണ്ട് സ്പോൺസർ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് സ്പോൺസർ ഇല്ല, അവരുടെ തന്നെ സ്ഥാപനത്തിൻ്റെ ചെലവിൽ എന്നെ പഠിപ്പിക്കുമായിരുന്നു. 10ന് ശേഷം ഹയർ സ്റ്റഡീസിനുള്ള സപ്പോർട്ട് ഇല്ലാത്ത നിമിത്തം എന്നെ തിരിച്ച് വീട്ടിലേക്ക് വിടാനിടയായി തീർന്നു. വീട്ടിലെ കഷ്ടപ്പാടിൻ്റെ അതേ സാഹചര്യത്തിൽ കൂടെ പിന്നെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരേണ്ടി വന്നു. ഏകദേശം +2 എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വീട്ടിലെ സാഹചര്യങ്ങളിൽ എന്നെ മാതാവ് നാട്ടിൽ തിരുവല്ല മെഡിക്കൽ മിഷനിൽ അവിടെ അവിടെ ശുശ്രൂഷയിലിരുന്ന ഒരു ദേവദാസൻ്റെ ഭവനത്തിൽ എന്നെ കൊണ്ടുവിട്ടിട്ട് അവിടുന്ന് തന്നെ ANM പഠിക്കാനായിട്ട് തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് എന്നെ ആംഗിൾ മുഖേന എന്നെ ചേർക്കാനിടയായി തീർന്നു. അപ്പം ഈ ഒരു സാഹചര്യമൊക്കെ ഇങ്ങനെ പോകുന്നത് എൻ്റെ പപ്പ തികഞ്ഞ മദ്യപാനിയാണ്. ഭയങ്കര മദ്യപാനി ആയതുകൊണ്ട് പപ്പയ്ക്കും ശാരീരികമായ അസ്വസ്ഥതകൾ രോഗങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആങ്ങള ഇതുപോലെ തന്നെ ആസ്മ രോഗിയാണ്. എൻ്റെ ആങ്ങളെയും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ് വരെ എൻ്റെ അമ്മ അവനെ എടുത്തോണ്ട് അവനെ ആശുപത്രിയിൽ പോയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അതുപോലെ മെലിഞ്ഞ് ശരീരമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു അവസ്ഥയിൽ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവസാനം അമ്മ പറഞ്ഞു, നീ ഇനി പ്രാർത്ഥിച്ച് സൗഖ്യം വാങ്ങിച്ചു, എന്നെക്കൊണ്ട് വയ്യെന്ന് പറഞ്ഞ് അവനെ ഒരു മൂലയെ കൊണ്ടിടുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു കഷ്ടതയിലൂടെ ഞങ്ങൾ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ ആ സ്ഥലത്ത് ഒരു ദേവദാസൻ, ബാബു പാസ്റ്റർ എന്ന് പറഞ്ഞ ദേവദാസൻ IPCയിൽ ഒരു ശുശ്രൂഷന ആ ദേശത്ത് ദൈവവേലയ്ക്ക് വരാനിടയായി തീർന്നു. ഞങ്ങളുടെ അവിടെയുള്ള വില്ലേജ് എസ്റ്റേറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ടി എസ്റ്റേറ്റ് ആണ് RBTയുടെ. ആ എസ്റ്റേറ്റിലെ വീടുകളിലൊക്കെ ഇദ്ദേഹം വിസിറ്റ് ചെയ്യും. ആ സമയത്ത് ദേവദാസൻ വീട്ടിലും വന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ നിമിത്തം അമ്മ ഈ ഒരു മർത്തമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അമ്മ പെന്തക്കോസ്തിലേക്ക് പോകാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ IPCയിലേക്ക് വരുന്നത്. എൻ്റെ പഠനം എല്ലാം മർത്തമയുടെ ഇതിൽ തന്നെയാണെങ്കിലും എൻ്റെ 7-8 പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മർത്തമയിലേക്ക് പോന്നു, IPCയിലേക്ക് പോന്നു. പിന്നെ അവധിക്ക് വരുന്ന സമയത്തെല്ലാം ദേവദാസിൻ്റെ ഈ ചർച്ച് ഞങ്ങൾ പോയി സൺഡേ സ്കൂൾ പഠിക്കാനൊക്കെ കർത്താവ് അവസരം തന്നു. ഈ ബാല്യഭവനിൽ നിൽക്കുന്ന സമയവും നല്ലപോലെ വയോജനം പഠിക്കാനും ഒക്കെയുള്ള അവകാശം കർത്താവ് തന്നു. അവിടെ വെച്ചാണ് ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്. 92 കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം അവിടെയുള്ള ബൈബിൾ സൺഡേ സ്കൂളൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഒരുപാട് വചനങ്ങൾ പഠിക്കാൻ, ഒരുപാട് ആത്മീയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവിടെ നിന്ന് കഴിഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷം IPC പ്രസ്ഥാനത്തുള്ള ആ ഒരു കൂട്ടായ്മയുള്ള ബന്ധത്തിലും നല്ല ആത്മീയമായ ഒരു പ്രാർത്ഥന അന്തരീക്ഷം ഞങ്ങൾക്ക് ആ സഭയിൽ നിന്ന് കിട്ടി. അമ്മ ചെറുപ്പം മർത്തമയിലായിരിക്കുമ്പോഴും അമ്മ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞങ്ങളെ എത്ര കഷ്ടമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സൺഡേ സ്കൂളിനൊക്കെ പറഞ്ഞു കൊടുത്തത് അമ്മയ്ക്ക് നല്ല ഉത്സാഹമാണ്. പപ്പയുടെ ഈ മദ്യപാന സ്വഭാവമൊക്കെ ആണെങ്കിൽ തന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് വളരെ അമ്മ പ്രയത്നിച്ച ഒരാളാണ്. അപ്പം എൻ്റെ ആങ്ങളെ ഞാൻ പറഞ്ഞത് ഇതുപോലെ വളരെ ആസ്മരോഗിയായിട്ട് അവൻ കഷ്ടപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കാനൊക്കെ ദേവദാസൻ വീട്ടിൽ വരും. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെ പ്രാർത്ഥിക്കും. ഏകദേശം അവനൊരു അല്പ ആശ്വാസമൊക്കെ ആയി തുടങ്ങി. അവന് ഞങ്ങളെ അവിടെ പിന്നീട് വന്ന ദേവദാസനോട് ഒരുമിച്ച് അവിടെയുള്ള വില്ലേജൊക്കെ വിസിറ്റ് ചെയ്യാനും മാത്രമൊക്കെ ഉള്ള ആരോഗ്യം ദൈവം അവന് കൊടുത്തു. അങ്ങനെ പോകെ ഞങ്ങളുടെ ജീവിതത്തിൽ അവന് ഈ ദേവദാസന് പ്രായമുള്ളൊരു അപ്പച്ചൻ ചർച്ച വന്നപ്പോൾ അവൻ്റെ രാത്രി ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ ദേവദാസൻ കണ്ടുപിടിക്കാൻ ഇടയായിത്തീർന്നു. കാരണം ഈ ആസ്മ മരുന്നിൻ്റെ അത്രത്തോളം ഒരു എഫക്റ്റ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ആസ്മ രോഗത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോകുന്നു. എങ്കിലും ഞാൻ ഈ തിരുവല്ല മെഡിക്കൽ മിഷനിൽ വെച്ച് ഞാൻ ANM എൻ്റെ കോഴ്സ് ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ വെച്ച് എന്നെ ദൈവദാസൻ്റെ കീഴിൽ ഞാൻ സ്നാനപ്പെടാൻ, ഒരു ബ്രദറൻ വിഭാഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഞാൻ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. പക്ഷേ അവിടെ വെച്ചുള്ള ആരാധനയിൽ കൈയടിച്ചുള്ള ആരാധനയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആരാധനയൊന്നും അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു അനുഭവമാണ്. എങ്കിലും എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അനുഭവം എന്ന സ്നാനത്തിന് ശേഷമുള്ള ആ ഒരു നടത്തിപ്പ് ഒരു വ്യത്യസ്തമായിരുന്നത് കൊണ്ട് എനിക്ക് കണ്ടിന്യൂ അവിടെ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടുന്ന് പതിയെ മറ്റ് നമ്മുടെ
കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് ചേർന്ന് പോകാനായിട്ട് പിന്നെ ഞാൻ തിരുവല്ല വെച്ചിന് പല ആരാധനയിലേക്ക് പോകാനൊക്കെ ഇടയായിത്തീർന്നു. അതിനുശേഷം 98-ൽ ഞാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ബാംഗ്ലൂർക്ക് വന്നു. എൻ്റെ ഒരു കൂട്ടുകാരി മുഖേന ഞാൻ കർണാടകയിലേക്ക് ഞാൻ വന്നു, കാരണം എൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ. ഈ സമയത്ത് RCCയിൽ ഒരു 6 മാസം എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ദൈവം എനിക്ക് തന്നു. പക്ഷേ അവിടുത്തെ ജോലിയുടെ കാഠിന്യ നിമിത്തം എനിക്കവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം അവിടെയൊക്കെ പോയി സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ വിഷയമുള്ള ബന്ധത്തിലുള്ള തിരിച്ചുവരവൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് ഇതെല്ലാം മുന്നമേ അറിയാവുന്നത് കൊണ്ട് 6 മാസത്തെ അവിടുത്തെ ജോലിയിൽ നിന്ന് തന്നെ തിരിച്ച് കർത്താവ് എന്നെ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ കർണാടകയിലേക്ക് പോന്നു. അങ്ങനെ 98-99 കാലയളവിൽ ഞാൻ കർണാടകയിൽ വന്നു ജോലിയുള്ള ബന്ധത്തിൽ. ഇവിടെ വരുന്ന സമയത്തും എനിക്ക് 19ാമത്തെ വയസ്സ് മുതൽ എനിക്ക് നടുവേദന തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആസ്മാരോഗം, നടുവേദന, നട്ടെൻ്റെ 2 കണ്ണി അകന്ന ഒരു അവസ്ഥയാണ് എനിക്ക്. ഭയങ്കരമായ നടുവേദന. ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ സമയത്ത് എനിക്ക് ഫാസ്റ്റായിട്ട് വാർഡിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല. കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കാല് കുഴഞ്ഞു പോകും, ഞാൻ അവിടെ വീഴും. പിന്നെ എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ അടുത്തൊരു പെയിൻ കില്ലർ ഞാൻ അവിടെ വെച്ച് എടുത്ത ഒരു 10 മിനിറ്റ് ഞാൻ സ്റ്റേബിൾ ആയതിനു ശേഷമേ എനിക്ക് അടുത്ത ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്. ഞാൻ കർണാടകയിൽ ആദ്യമായിട്ട് ജോലിക്ക് വന്ന ഹോസ്പിറ്റലിൽ ശക്തമായിട്ട് ഞാൻ ആസ്മ രോഗത്താൽ ഞാൻ ബുദ്ധിമുട്ടിയ സമയത്താണ് പിന്നെ എനിക്ക് കണ്ടിന്യൂ ട്രിപ്പ്, വരവ് കുറയാനുള്ള മണിക്കൂർ കണക്കിന് പോകുന്ന IV ലൈൻ ട്രിപ്പൊക്കെ ഇട്ട് വളരെ ദിവസങ്ങൾ ഞാനങ്ങനെ കിടന്നിട്ടുണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സ് അവരൊക്കെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ ശ്വാസം മുട്ടൽ അത്രയും ഭയങ്കരമായിരുന്നു. അവർ പറഞ്ഞു, നീ മരിച്ചു പോകുമ്പോൾ പോലും ഞങ്ങൾ ഓർത്തിട്ടുണ്ട്, അതുപോലെ നിൻ്റെ വലിവ് നിനക്ക്. ഈ കഴിഞ്ഞിടയ്ക്ക് ആ ഡോക്ടറെ ഞാൻ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നീ മരിച്ചു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ, നീ ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കാനിടയായിത്തീർന്നു. അപ്പം അത്രയും സീരിയസ് ആയ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും കർത്താവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഈ സമയത്ത് തന്നെ നടുവേദന എനിക്ക് വല്ലാതെ ഭാരപ്പെടുത്തി. ന്യൂമാൻസ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ CT ഒക്കെ ചെയ്തപ്പം അവർ പറഞ്ഞത് 40 വയസ്സ് വരെ ഇതിനൊന്നും ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം, പക്ഷെങ്കിൽ 40 വയസ്സിന് ശേഷം ഒരു ഓപ്പറേഷനോടെ അല്ലാതെ ഇതിനൊരു വിടുതലില്ല എന്ന് ആ ഡോക്ടർ എന്നോട് സർട്ടിഫൈ ചെയ്യാനിടയായിത്തീർന്നു. എങ്കിലും ഹോസ്പിറ്റലിൽ വന്ന നട്ടലിന് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ട്രാക്ഷൻ, വെയിറ്റ് ഇട്ട് കിടന്നു നോക്കി, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അതിനു വേണ്ടി എടുത്തു. പക്ഷേ ഇതിനൊന്നും ഒരു വിടുതൽ എനിക്ക് കിട്ടിയില്ല. ഈ വേദന ലൈഫ് ലോങ് കുറേ നാളിങ്ങനെ തന്നെ വല്ലാതെ എനിക്ക് എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആസ്മ രോഗം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 2000-2001 ഞാൻ അവിടുന്ന് തിരിച്ച് ഞാൻ ബാംഗ്ലൂർ മെയിൻ സിറ്റിയിലേക്ക് ഞാനിങ്ങനെ വരാനിടയായിത്തീർന്നു. ഞാൻ ജോലിക്ക് അവിടെ വന്നതിന് ശേഷം പിന്നെ ആത്മീയമായ കൂട്ടായ്മകളൊക്കെ എനിക്ക് ലഭിച്ചു. നല്ല ഒരു ആത്മീയാന്തരീക്ഷമുള്ള സഭയിലേക്കൊക്കെ പോകാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. എന്നാൽ അവിടെ ചെന്നതിന് ശേഷമുള്ള ചില അനുഭവങ്ങൾ, ആ ഒരു അനുഭവങ്ങളാണ് എന്നെ ഈ വചനവുമായിട്ട് എന്നെ ബന്ധിപ്പിച്ചത്. ഇനിയുള്ള അനുഭവങ്ങളാണ് ഈ ഒരു വചനവുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ വന്ന ഒരു ചർച്ചിലൊരു കൂട്ടായ്മയിൽ പോകാനായിട്ടൊക്കെ എനിക്ക് കർത്താവ് വഴിയൊരുക്കി തന്നു. അവിടെ ജോലിയുള്ള ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് ആണ്. അതിൽ 5ാമത്തെ ദിവസം ഞാനും ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഫാസ്റ്റിംഗ് ഇരിക്കും, പിന്നെ റൂമിൽ പോവും, ഡ്യൂട്ടി ചെയ്യും. അങ്ങനെ ഡ്യൂട്ടിയുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിലെനിക്ക് 5ാമത്തെ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ശക്തമായി നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു തീ എൻ്റെ മേലിലേക്ക് വരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഈ പെട്ടെന്നൊരു തീ എൻ്റെ മേലിലേക്ക് വന്നതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, നമ്മൾ ഈ കയറ്റത്തുനിന്ന് വണ്ടി ഇങ്ങനെ താഴെ വന്നിട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഇറങ്ങിപ്പോകുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതോടുകൂടി എൻ്റെ നടുവേദന മാറിപ്പോയി. പിന്നെ ഒരിക്കലും എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അന്ന് എനിക്ക് നടുവേദന മാറിപ്പോകുന്നത് 2003 ഈ നടുവേദന എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം കർത്താവ് തരുന്ന ആ ഉപവാസ പ്രാർത്ഥന, ഏപ്രിൽ മാസം നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് എനിക്ക് നടുവേദന പൂർണ്ണമായി. 2 കണ്ണിയാണ് എനിക്ക് അകന്നു പോയത്. 40ാം വയസ്സിൽ എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞാണ്. കല്യാണം കഴിക്കാൻ പാടില്ല, പ്രഗ്നൻ്റ് ആകാൻ പാടില്ല, കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. എന്നാൽ കർത്താവ് അന്ന് എനിക്ക് തന്ന സൗഖ്യത്തിൽ നിന്ന് പിന്നെ ഒരിക്കലും എനിക്ക് അങ്ങനെ ആ ഒരു ഭാരം, ആ ഒരു വേദന എനിക്ക് പിന്നീട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കർത്താവ് പൂർണ്ണമായൊരു സൗഖ്യം എനിക്ക് അന്ന് തരാനിടയായിത്തീർന്നു. എങ്കിലും പിന്നത്തേതിൽ എനിക്ക് ഈ ആസ്മ രോഗം എൻ്റെ കൂടെ പിന്നെയും കുറേ നാളുകൂടെ ഉണ്ടായിരുന്നു. എങ്കിലും അത്രയും ശക്തമല്ലാത്ത, പഴയ പോലെ അത്രയും ശക്തമല്ല, എങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഈ ചർച്ചയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഭയിൽ നിന്ന് തന്നെ എനിക്കൊരു വിവാഹാലോചന വരാനിടയായിത്തീർന്നു. സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാമിലിയിൽ നിന്നൊരു വിവാഹാലോചന എനിക്ക് വരാനിടയായിത്തീർന്നു.
ഈ വിവാഹാലോചന ഞങ്ങളുടെ വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചു. നിശ്ചയം കഴിഞ്ഞു. ബാംഗ്ലൂർ സിറ്റി വെച്ച് തന്നെ നിശ്ചയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ വിവാഹത്തിന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഏകദേശം 4-5 മാസത്തെ ഗ്യാപ്പിൽ കല്യാണം നടത്താമെന്നുള്ളൊരു തീരുമാനം എത്തി. വീട്ടിൽ കല്യാണത്തിന് എല്ലാവരെയും വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചു, അറിയിക്കണവരോടൊക്കെ പറഞ്ഞു, എല്ലാവരും വരാനുള്ള അറേഞ്ച്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും വന്നാണ് നിശ്ചയമൊക്കെ നടത്തി, ഇവിടെ തന്നെ കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തി തീരുമാനിച്ചു പോയതാണ്. സാമ്പത്തിക വിഷയത്തിൻ്റെ പേരിൽ കല്യാണത്തിന് ചില ദിവസങ്ങളുള്ളപ്പോൾ തന്നെ വിവാഹം മാറിപ്പോകാനിടയായി തീർന്നു. അപ്പോൾ ഇതെനിക്ക് വല്ലാത്തൊരു ട്രോമ, വല്ലാത്തൊരു വിഷമമാക്കി തീർന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ആ ഫാമിലി, ആ ചർച്ച അത്രത്തോളം എന്നെ അവരുടെ ഒരു സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവരെന്നെ അംഗീകരിച്ച, അത്രത്തോളം എന്നെ എൻ്റെ കൂടെ, കാരണം എനിക്ക് ശ്വാസമുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുള്ളത് അവർക്കറിയാം. പക്ഷേ എങ്കിലും അവർ അത്രത്തോളം എന്നെ കെയർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ഫിനാൻഷ്യൽ ഒരു വിഷയം വന്നപ്പം ഇവർ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ഫോൺ കോളിൽ എന്നെ റിജക്റ്റ് ചെയ്തപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. പപ്പായുടെ കയ്യിലുള്ള സാമ്പത്തികം ഇവിടെ കൊടുത്തിട്ട് കല്യാണത്തിന് സമയത്തിന് ബാക്കി പൈസ തരാമെന്നുള്ള ഒരു ഇത് പറഞ്ഞെങ്കിലും അവരത് സമ്മതിക്കാതെ പോയി. പക്ഷേ ഇത്രത്തോളം സീരിയസ് ആയെന്നുള്ളത് എനിക്കറിയത്തില്ല. പപ്പ വന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി, കൊച്ചേ ഈ കല്യാണം മാറിപ്പോയാൽ നീ ഒരിക്കലും വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട് പപ്പ തിരിച്ചു പോയി. അപ്പം എൻ്റെ 2 ചേച്ചിമാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരാണ് ഈ കല്യാണത്തിലുള്ള സാമ്പത്തികം തന്നതും ബാക്കി തരാമെന്ന് ഏറ്റതും അവരാണ്. അടുത്ത കുറച്ച് ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാം എന്നും പറഞ്ഞ് അവർ തന്നെ എനിക്കുള്ള കല്യാണത്തിനുള്ള ഡ്രസ്സും പൈസയൊക്കെ എൻ്റെ പപ്പയുടെ കൊടുത്തു വിട്ടു. പപ്പ എൻ്റെ കയ്യിൽ പൈസ തിരിച്ചുകൊണ്ട് ഡ്രസ്സ് എൻ്റെ കയ്യിൽ തന്നിട്ട് പപ്പ തിരിച്ചു പോയി. എനിക്കിത് വലിയൊരു ഭാരമായി തീർന്നു. കാരണം വേദന, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തൊരു വലിയ വിഷമമായിപ്പോയി. എന്തിനു ജീവിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ പോകാനിടയായി തീർന്നു. കല്യാണത്തിന് ചില 1-2 ദിവസങ്ങളുള്ളപ്പം, അതിന് മുമ്പ് ഒരു ദിവസം എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇത് റൂം ലോക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചർച്ചിലേക്ക് വരുന്ന വഴിക്ക് ഒരു റെയിൽവേ ട്രാക്കുണ്ട്. ഈ റെയിൽവേ ട്രാക്കിൽ വരുന്ന ട്രെയിൻ 8 മണിക്ക് വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാന്നുള്ള ഒറ്റ ചിന്തയിൽ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും കയ്യിലൊരു 10 രൂപയുടെ വണ്ടിക്കൂലിക്ക് 5 രൂപ എടുത്തതിന് ശേഷം ബാക്കി 5 രൂപയും കൈ കീയുണ്ട്. ഇതും പിടിച്ചുകൊണ്ട് ഞാൻ ഞാൻ വന്ന് നിൽക്കുകയാണ്. ബസ്സിൽ കയറിയിരുന്നു. ബസ് വന്നു. ഈ ട്രാക്കിൻ്റെ മുമ്പിൽ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ വന്ന് ബസ് നിർത്തിയിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എഴുന്നേറ്റ് പോയി. കാരണം ട്രെയിൻ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ വരും. അതിന് മുമ്പിൽ എനിക്ക് അപ്പുറത്ത് പോയി കുറച്ച് മേളിലോട്ട് പോയിട്ട് ട്രെയിൻ മുന്നേ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്ത എനിക്കുള്ളൂ. ഞാൻ പക്ഷേ ആ സീറ്റിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. വേറെ ആരും എൻ്റെ സീറ്റിൽ അടുത്തില്ല. പക്ഷേ എനിക്ക് സീറ്റിൽ എഴുന്നേറ്റ് പോകാൻ വയ്യാത്ത വിധം എൻ്റെ അടുത്ത് ആരോ ഇരുന്ന് എന്നെ ഞെരുക്കി ഇരുത്തിയിരിക്കുന്ന പോലെ, എന്നെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് അന്നേരം ഉണ്ടായി. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴെല്ലാം എന്നെ നോക്കുന്നുണ്ട്. കാരണം ക്രോസിങ്ങിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്തേച്ച് ഇനി എഴുന്നേറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഇയാൾ കുറേ നേരം എന്നെ നോക്കി. ഞാൻ കുറേ നേരം ശ്രമിച്ചിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നെ ആരോ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അനുഭവം, എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. ഇയാൾ എന്നെ കുറേ നേരം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെടുന്നത് എനിക്ക് മനസ്സിലായി. ഓമനാൻ്റിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഓമനാൻ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പോകുന്ന ചർച്ചിലെ ഒരു എൽഡറാണ്. എൻ്റെ ഒരു ആത്മീയ മാതാവെന്ന് എനിക്ക് പറയാം. ഈ കഴിഞ്ഞ ദിവസം മാതാവിനെ പോയി കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എന്നോട് ഓമനാൻ്റിയുടെ വീട്ടിൽ പോകുന്ന ദൈവാത്മാവല്ല, എൻ്റെ ഹൃദയത്തിൽ ആരോ ഇടപെടുന്നത് എനിക്ക് അന്നേരം ഫീലായി. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ ഞാൻ പിന്നെ വീട്ടിൽ അവിടെ നിന്ന് ബസ്സിൽ ഇറങ്ങുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് പോകുന്നത്. ഞാൻ ചെന്ന് ആൻറ്റിയുടെ റൂം തട്ടി. പെട്ടെന്ന് ആൻറ്റി ഒന്ന് കഥ തുറന്നു. എന്നോട് ചോദിച്ചു, കുഞ്ഞെ എന്നാ പറ്റി, ഇതെന്താ നീ ഇങ്ങനെ വന്നേ, എന്താ പറ്റി, എന്താ സംഭവം എന്നാന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ ഈ സമയത്ത് എന്തിനാ വന്നേന്ന് ചോദിച്ചു. കാരണം അങ്ങനെ ഇരുട്ടത്ത് ഞാൻ അങ്ങനെ ചെല്ലാറില്ല. പ്രാർത്ഥനയുടെ സമയം വന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ സമയത്ത് അങ്ങനെ ചെല്ലാറില്ല. ആൻറ്റിക്ക് ആ ഒരു പേടി എന്തിനാ ഈ സമയത്ത്. കാരണം ആ ഏരിയ ഒന്നും ഇപ്പോഴും അത്ര നല്ല ഡെവലപ്പാണെങ്കിൽ അന്നേരം ഒന്നും അത്ര ഡെവലപ്പ് അല്ലാത്തൊരു സിറ്റുവേഷനാണ്, സാഹചര്യങ്ങളൊക്കെയാണ്. നീ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു. ഞാൻ കയറിയിരുന്ന് കുറേ നേരം കരയാനിടയായി തീർന്നു. അപ്പം ഈ എൻ്റെ ഭാഗത്തുള്ള ബന്ധത്തിലുള്ള ഈ കാര്യങ്ങൾ ഇത്രത്തോളം ഡീപ്പായിട്ട് പോയതൊന്നും, കല്യാണം മാറിപ്പോയതൊന്നും സഭയിലെ എല്ലാ വിശ്വാസികൾക്കും അറിയത്തില്ല. ഇതെല്ലാം വളരെ കല്യാണം പബ്ലിസിറ്റി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ മാത്രം എല്ലാ കാര്യങ്ങളും, അങ്ങനെ എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഈ ആൻറ്റി എന്നോട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ആൻറ്റിയോട് ഇന്ന് എൻ്റെ വിവരങ്ങളെല്ലാം പറയാനിടയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പോയി സംസാരിക്കട്ടെ മോനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട ആൻറ്റി, അവർക്ക് വേണ്ടാത്ത ഇനി നമുക്കെന്തിനാന്ന് ചോദിച്ചു. ഏകദേശം 1.5 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ഭാരം എല്ലാം ഇറങ്ങിപ്പോകുന്നല്ലേ. കുറേ നേരം ഞാനിരുന്ന് കരഞ്ഞു. ആൻറ്റി എന്നോട് ജസ്റ്റ് ചോദിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്നോട് നീ കരഞ്ഞ് തീർക്ക്, എന്നിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇത്രത്തോളം സീരിയസ് ഉണ്ടെന്നുള്ളത് ആൻറ്റിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ആൻറ്റി എനിക്ക് കുറേ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാല് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കുടിച്ചിട്ട് പോയി കിടക്കാൻ പറഞ്ഞു.
ഞാൻ ഒരു ഗ്ലാസ് ആ പാലും കുടിച്ചേച്ച് ഏകദേശം 10-11 മണിയായി. ഞാൻ പോയി ആൻറ്റിയുടെ റൂമിൽ, അപ്പുറത്തെ റൂമിൽ ഞാൻ പോയി കിടന്നുറങ്ങി. ആൻറ്റി ഉറങ്ങാതെ എനിക്ക് വേണ്ടി ആ രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നേരം വെളുത്തപ്പം ദൈവാത്മാവ് ആൻറ്റി ആ രാത്രി തന്നെ ഒരു ദർശനം ആൻറ്റിയെ കാണിക്കാനിടയായി തീർന്നു. ഒരു കുഞ്ഞ് ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങുക. അതേസമയം ഒരാൾ തീയിലൂടെ നടക്കുന്ന ഒരു കാഴ്ച, ഇപ്പുറത്തൊരു കുഞ്ഞ് മാറി ചാരി സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന ഒരു കാഴ്ച. ആ രാത്രി ഞാൻ ശാന്തമായിട്ട് ഉറങ്ങി, സമാധാനമായിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് ആ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. നേരം വെളുത്ത് ആൻറ്റി എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം രാവിലെ എണീറ്റ് എന്നോട് ആൻറ്റി പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു, നീ സ്വസ്ഥമായിട്ട് നീ ഇന്നലെ ഉറങ്ങി, ഈശോപ്പച്ചൻ നിന്നെ സമാധാനത്തോടെ ഉറക്കി, പക്ഷേ ഒരാൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അവൻ തീയിലൂടെ നടക്കുന്നതിനെ കാണിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻറ്റി ശരി, ദൈവം കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം എനിക്ക്, അതുകൊണ്ടായിരിക്കും ദൈവം ഇന്ന് എന്നെ വിടുവിച്ച് എന്ന് പറഞ്ഞ് അന്നാണ് എനിക്ക് ഈ ഒരു വായിച്ച വചനഭാഗം ദൈവാത്മാവ് എനിക്ക് തരുന്നത്. ഈ ഒരു വചനഭാഗത്ത് ദൈവാത്മാവ് എന്നോട് അന്ന് ഇടപെടാനിടയായി തീർന്നു. എന്നിട്ട് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സഭയിൽ പല കാര്യങ്ങളിലൂടെ ഇവർ കടന്നു. ആ സഭയോ ആ പ്രസ്ഥാനത്തെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ മോശമായ അനുഭവത്തിലൂടെ ആ ദേശത്ത് ഇന്ന് ആ ചർച്ച അവിടെ ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. വചനവിരുദ്ധമായ അനേക കാര്യങ്ങൾ ആ ചർച്ചിൽ സംഭവിക്കുകയും അതിനുശേഷം ഇന്ന് ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നുള്ള അഡ്രസ്സ് പോലും ഇല്ലാത്ത നിലയിൽ ആ ഒരു ദേശത്ത് ആ ഒരു അവസ്ഥയിലേക്ക് അത് പോകാനിടയായിത്തീർന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ദൈവാത്മാവ് എന്തുകൊണ്ടാണ് ഈ ഒരു ഭവനത്തിലേക്ക് എന്നെ അയക്കാഞ്ഞതെന്ന്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ആ നിർബന്ധത്താൽ എങ്ങനെയെങ്കിലും അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ന് അവിടെ സംഭവിച്ച എല്ലാത്തിനും ഞാനും ഒരു ഭാഗമായി മാറുമായിരുന്നു എന്നുള്ള ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം കർത്താവ് എന്നെ അല്പം ദുഃഖം എനിക്ക് വന്നാലോ, ദൈവപ്രകാരം ഒരു ദുഃഖം എനിക്ക് വന്നാലും അത് പിന്നത്തെ വലിയൊരു മരണത്തിലേക്ക് എന്നെ തള്ളിവിടാതെ ദൈവം എന്നെ അവിടുന്ന് രക്ഷിക്കാനിടയായി തീർന്നത് ഈ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഇന്ന് ആ ആലയം അവിടെ ഇല്ല. ആലയം ഒരു 2 നില ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ ആലയത്തിന് പകരം ഇന്ന് അവിടെ വലിയൊരു അപ്പാർട്ട്മെന്റ് ഉയർന്ന് നിൽപ്പുണ്ട്. ദേശം അഡ്രസ്സേ മാറിപ്പോയി. അവിടുത്തെ ഒന്നും പിന്നീട് ഒരു ചർച്ച അവിടെ ഉള്ളതായിട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഒരുപാട് ഞാൻ മിനിഞ്ഞാന്നും അവിടെ പോയിട്ടാണ്, ആ ഏരിയയിൽ ഞാൻ പോയി എൻ്റെ ഈ ആത്മീയ മാതാവിനെ പോയി കണ്ടേച്ചാണ് ഞാൻ വന്നത്. അപ്പം എന്നെ അന്ന് അത്രത്തോളം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്നും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ മാതാവാണ്. ഒറ്റയ്ക്കാണ്, 75 വയസ്സുണ്ടെന്ന് അമ്മ മാതാവിനെ കഴിഞ്ഞ ദിവസം പോയി കാണാൻ ഒരു കൃപ ദൈവം എനിക്ക് തന്നു. അപ്പം ഇതിന് ശേഷം അപ്പൊ ഇത് സംഭവിക്കുന്നത് 2004 ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഞാൻ ആ സഭയിൽ കുറച്ച് നാളും കൂടെ പോയി. അതിനുശേഷം അവിടുന്ന് ഞാൻ മാറി. കാരണം പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊന്നും നമുക്ക് എല്ലാവർക്കും ഒന്നും അവിടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് മാറി. ഞങ്ങളും ഈ പ്രിയ ആൻറ്റി ഞങ്ങളൊക്കെ അവിടുന്ന് മാറിയിട്ട് വേറൊരു ചർച്ചിലായി ഏജ്ഡ് ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ തുറന്നു പോകാനിടയായി തീർന്നു. അവിടെ എനിക്ക് നല്ലൊരു ആത്മീയമായിട്ട് തന്നെ ഗൈഡ് ചെയ്യുന്ന നല്ലൊരു കർത്തദാസിയെ, സി ജയരാജൻ പാസ്റ്റർ, ഡോളി ആൻറ്റി എന്ന് പറയും, ഡോളി രാജൻ എന്നൊക്കെ പറയുന്ന ബാംഗ്ലൂർ തന്നെ ഏജിലുള്ള ഒരു പ്രവർത്തനത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് കർത്താവ് തന്നു. വളരെ ആത്മീയമായിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ശുശ്രൂഷയിൽ എന്നെ പിടിച്ചു നിർത്തിയത് ആൻറ്റിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. അത്രത്തോളം ശോധനയിലൂടെ പോയ ഒരു ദൈവദാസി ഇന്നും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ആ ദൈവദാസിയുടെ അനുഭവങ്ങൾ എന്നെ കർത്തൃവേലയിലേക്ക് എനിക്ക് കുറേ കൂടെ പ്രചോദനമായി. എങ്ങനെ കർത്തൃവേലയിൽ നിൽക്കണം, എങ്ങനെ കർത്തൃവേലയിൽ മുന്നോട്ട് പോകണം, എന്തൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ മിണ്ടാതിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ആ ദൈവദാസിയുടെ അനുഭവത്തിലൂടെ എനിക്ക് പഠിക്കാനിടയായിട്ടുണ്ട്. ആ ചർച്ചിൽ വളരെ പിന്നെയും കുറേ കാലങ്ങൾ, പിന്നെ ഒരു 3-4 വർഷം കൂടെ എനിക്ക് അവിടെ പോകാനുള്ള അവകാശം കർത്താവ് തന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും പഠിക്കാൻ ദൈവം കൃപ തന്നു. 2007 എൻ്റെ കല്യാണം തീരുമാനിക്കുന്നത്. 2007 ഇവിടെ എൻ്റെ ഹസ്ബൻഡിനെയും നാട്ടിൽ എന്നെയും അറിയുന്ന ഒരു ദേവദാസൻ ഞങ്ങളുടെ കല്യാണം സംസാരിക്കാനിടയായി തീർന്നു. ഈ സമയത്ത് ഞാൻ ബാംഗ്ലൂർ വിട്ടു പോകാനുണ്ടായ സാഹചര്യം, USA പോകാൻ ഒരു സാഹചര്യം ഒരുങ്ങി വന്നൊരു നിമിത്തം വേറൊരാൾ പോകാനുള്ള ക്രമീകരണം ഞാൻ മൂലം എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക ഇടപാടിൽ ഞാൻ നിന്നത് മൂലം ഇവർക്ക് പോകാനും പറ്റില്ല, പൈസയും കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. ഞാൻ വാങ്ങിച്ചു കൊടുത്തു, പക്ഷെ അവർക്ക് പോകാൻ പറ്റില്ല. ഇങ്ങനൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം തീരുമാനിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ഈ പൈസ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് കല്യാണത്തിലേക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിൽ ജോലിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ട് ഈ ഒരു സാമ്പത്തിക വിഷയം ഇടപെട്ട് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനുള്ള രീതിയിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി. ആ സാമ്പത്തിക വിഷയം വേഗം ക്ലിയർ ആയതിനു ശേഷം തന്നെ കർത്താവ് എൻ്റെ കല്യാണത്തെ സെറ്റിലാക്കാനിടയായിത്തീർന്നു. 2007 ഡിസംബർ 13 ഞങ്ങളുടെ വിവാഹം നടക്കാനിടയായി തീർന്നു. നാട്ടിൽ മാവേലിക്കരയാണ് അച്ഛൻ്റെയൊക്കെ പ്രോപ്പർ. അവർ ജനിച്ചു വളർന്നതൊക്കെ കർണാടകയിൽ തന്നെയാണ്. ഒരു 6 സഹോദരങ്ങളുണ്ട്.
എല്ലാവരും ഒരു ജ്യേഷ്ഠനി കഴിഞ്ഞിടെ മരിച്ചുപോയി 3-4 വർഷം മുമ്പ്. പിന്നെ ബാക്കി സഹോദരങ്ങളൊക്കെ ഇവിടെ അടുത്തടുത്ത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതിലൊരാളാണ് ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് വന്ന പിന്നെ ടെസ്റ്റ് പണി തന്ന ഷേർലി, എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും പെങ്ങളാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ഫാമിലിയിലേക്ക് വരുവാൻ തക്കണം കർത്താവ് ഒരു അവകാശം എനിക്ക് തന്നു. ഇവിടെ കർത്തൃ വിലയുള്ള ബന്ധത്തിൽ ഇദ്ദേഹം പൂർണ്ണമായും സുവിശേഷ വിലയുള്ള ബന്ധത്തിൽ തന്നെയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ജോലിക്ക് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പോകേണ്ട ഒരു ഇതിൽ പോകണമെന്നുള്ള ഇതില്ലായിരുന്നു. കാരണം അദ്ദേഹം പൂർണ്ണമായ സുശേഷയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് കർത്തൃവേലയുള്ള ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ ഇവിടെ കല്യാണത്തിന് ശേഷം ഒരു 3 മാസം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ട് മാറാനിടയായി തീർന്നു. ഇവിടെ അമ്മ മാത്രമാണ്, അമ്മയും എൻ്റെ നാത്തിന് അന്നേരം ഇവിടെ ഉള്ളൂ. ഞങ്ങൾ ഈ അടുത്ത വില്ലേജിൽ തന്നെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പോയി താമസിക്കാനിടയായി തീർന്നു. ഏകദേശം എൻ്റെ വിവാഹത്തിൻ്റെ 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഈ സമയത്ത് മക്കളുണ്ടാകാൻ താമസിക്കുന്നതിൻ്റെ പേരിലൊക്കെ ഉള്ള ഇഷ്യൂസൊക്കെ ആ സമയത്ത് സംസാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ കാതിലേക്ക് വന്ന അല്ലെങ്കിൽ ഇതിന് മൂലം നമ്മൾ ദുഃഖിക്കാനായിട്ടൊന്നും ദൈവം അനുവദിച്ചില്ല. പക്ഷെ വാക്കുകളൊക്കെ പുറകിൽ ഉണ്ടെങ്കിലും നമ്മളിത് കാര്യമാക്കുന്നില്ല. കർത്താവ് ആ സമയങ്ങളൊക്കെ കടന്നു പോകാൻ തക്കമുള്ള കൃപ കർത്താവ് തന്നു. പക്ഷെ ഇതിനുവേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റോ ഇതിനുവേണ്ടി ഒരു ചെക്കപ്പോ കാര്യങ്ങൾക്കൊന്നും പോയില്ല. കർത്താവ് തരുന്നെങ്കിൽ തരട്ടെ, അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിന് തരണമെന്നുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെ മുന്നോട്ട് പോകാനിടയായി തീർന്നു. ഈ ഒരു അവസരത്തിൽ 2009 എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നാട്ടിൽ തീരുമാനിച്ചു. ഈ സമയത്ത് എൻ്റെ പപ്പ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് 10-25 ദിവസം ICU ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന സമയമാണ്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് ഈ പപ്പയുടെ അസുഖവും എൻ്റെ ബ്രദറിൻ്റെ കല്യാണം എല്ലാം കൂടെ ഏകദേശം അടുത്തടുത്തായതെല്ലാം. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ വീട്ടിലെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യാൻ പ്രത്യേകിച്ച് ആരും ഇല്ല. പപ്പയ്ക്ക് എല്ലാം കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് വീട്ടിലെ ക്രമീകരണം, പെയിൻ്റ് അടിക്കണം, മറ്റ് ക്ലീനിങ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ആ ദിവസം പകലും ഞങ്ങൾ പണികളെല്ലാം കഴിഞ്ഞു. രാത്രി ഏകദേശം ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ 1 മണി 2 മണിയായെന്ന് തോന്നുന്നു. ഈ സമയത്ത് ഞങ്ങൾ നല്ല ഉറക്കമാണ്. ഏകദേശം 5 മണിയായപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഞങ്ങളുടെ വിവാഹം നടന്നപ്പോൾ തന്നെയാണ് ജോൺചാൻ്റെ അനിയൻ്റെ വിവാഹം. ഞങ്ങളുടെ ഒരുമിച്ചാണ് കോട്ടയത്ത് വെച്ച് വിവാഹം നടക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എന്നെ രാവിലെ ഒരു 5-5:30 കഴിഞ്ഞ് കാണും സമയം. എന്നെ പെട്ടെന്ന് എൻ്റെ തുടയ്ക്കാരോ ആഞ്ഞൊരു അടി കിട്ടിയ ഒരു അനുഭവമായി. ശരിക്കും ഇന്നും എനിക്ക് ആ അടിയുടെ ഫീലിംഗ് എനിക്ക് ഉണ്ട്. കാരണം അതുപോലെ നമ്മൾ അടുത്ത് നിന്ന് ഒരാൾ അടിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ എൻ്റെ തുടയ്ക്കിട്ടൊരു അടി കിട്ടി. അപ്പം നല്ല ക്ഷീണത്തോടെ ഉറക്കുക. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ജോൺചാനോട് എന്തിനാ ജോൺചാൻ ഇപ്പോഴേ എന്നെ ഉണക്കിയ സമയമായില്ലല്ലോ, കിടന്നല്ലേ ഉള്ളൂ, നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ജോൺചാനെ ഇങ്ങനെ പകുതി കണ്ണടച്ചുകൊണ്ട് പകുതി ഉറക്കത്തി ഇങ്ങനെ ജോൺചാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയും പെട്ടെന്ന് പ്രാർത്ഥിക്കെന്ന് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നോക്കുമ്പോൾ ജോൺചാൻ അറിയുന്നില്ല. ജോൺചാൻ നല്ല ഉറക്കമാണ്. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ അതുപോലെ പണിയായിരുന്നു, അതുപോലെ ക്ഷീണത്തിൽ കിടന്നുറങ്ങും, ഒന്നും അറിയുന്നില്ല. ഞാൻ എന്നാൽ കിടക്കാന്ന് പറഞ്ഞ് തല ചായച്ചപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കെന്ന് പറയുന്നൊരു സൗണ്ട് ഞാൻ കേട്ടു. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത്. പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്ക്. 2ാമത്തെ പ്രാവശ്യം എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ തിരിച്ചു ചോദിച്ചു. പ്രാർത്ഥിക്ക്. 3 പ്രാവശ്യം ശബ്ദം ഇങ്ങോട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന. 3 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചതിന് ശേഷം ശബ്ദമില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്, പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു ടങ്സ് പ്രെയർ ആദ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരു പ്രാർത്ഥിക്കണമെന്ന് ടങ്സിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇരുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് ടങ്സ് പ്രെയർ ഞാൻ ആരംഭിക്കുക. അതിന് മുന്നൊക്കെ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടിട്ട് ടങ്സ് പ്രെയറിലൂടെ ഞാൻ അന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ്. ഏകദേശം 5:30 ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്. ഞാനൊരു 10-20 മിനിറ്റ് ഇരുന്ന് ടങ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കിടന്നു. കറക്റ്റ് 6 മണിയായപ്പോൾ ഫോൺ വന്നു. അന്ന് ലാൻഡ് ലൈൻ ഉണ്ട് നമുക്ക്. ഫോൺ എടുത്തത് ഞാനാ. അപ്പൊ എന്നോട് പറഞ്ഞു ബിൻസി പ്രസവിച്ചു, ആങ്കൊച്ചാന്ന്. അപ്പം അനിയന്റെ ഭാര്യ പ്രസവിച്ച കാര്യമാണ് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ഡെലിവറിക്ക് നാട്ടിൽ കൊണ്ടുവന്നതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ അഡ്മിറ്റ് ആക്കിയ കാര്യമൊന്നും ഞങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് വീട്ടിൽ ഹോസ്പിറ്റലാണെന്ന കാര്യവും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഈ വീട്ടിലെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾ ഈ കാര്യമൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി ഹോസ്പിറ്റലിൽ പോകാനിടയായിട്ടിരുന്നു. അപ്പം ഫോൺ വന്നത് ബിൻസി പ്രസവിച്ചു, ആങ്കൊച്ചാണ്. ഇത്രയും മാത്രമേ പറയാനേയും പറഞ്ഞുള്ളൂ. സുഖമായിട്ടിരിക്കുന്നെന്നും പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ 10 മണിയായപ്പോൾ ചെന്നപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്.
തലേന്ന് 11 മണിക്ക് പുള്ളിക്കാരിക്ക് പെയിൻ തുടങ്ങിയതാ. 11 മണിക്ക് തുടങ്ങിയ പെയിന് ഏകദേശം 12-1 മണിയോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് കണ്ടിന്യൂ വേദനയാണ്. പക്ഷെ പ്രസവിക്കാനുള്ള യാതൊരു സാധ്യതകൾ ഇല്ലാത്തൊരു അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പിറ്റേന്ന് എനിക്ക് ആ കോള് വരുന്ന സമയം ഒരു സിസേറിന് വേണ്ടി റെഡി ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് മൊമെന്റിലാണ് ഇനി OTക്ക് കയറ്റണം. ആ സമയത്താണ് ദൈവാത്മാവ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ദൈവത്തിന്റെ കൃപയാല് ദൈവം ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ ഇതിനു വേണ്ടിയാണ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചതെന്ന് എനിക്ക് അതിനുശേഷം എനിക്ക് മനസ്സിലായി. കുഞ്ഞിനെ കണ്ടു. ഏകദേശം 3.25-4 കിലോയ്ക്ക് അടുത്ത് കുഞ്ഞുണ്ടായിരുന്നു, ആൺകൊച്ച്. അപ്പം അത് നോർമലാകാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. കാരണം അത്രത്തോളം റിസ്ക് ആയ ഒരു കണ്ടീഷനായിരുന്നു. ദൈവം അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ഇടയായി തീർന്നു. ഇതാണ് ഈ ടങ്സ് പ്രേയറിന്റെ പർട്ടിക്കുലറായിട്ട് ഒരു അനുഭവത്തിലൂടെ ഞാൻ പോയത്. ഫസ്റ്റ് ഈ ഒരു വിഷയമാണ്. ഇതിനുശേഷം എന്റെ ബ്രദറിന്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നു. ഏകദേശം 2010 സമയമായപ്പോഴത്തേക്ക് കർത്താവ് ഞങ്ങൾക്കൊരു മോളെ തന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ അനുഭവ നാളുകളിലൊക്കെ ഒരുപാട് വില്ലേജുകൾ ഞങ്ങൾ നടന്നു പോകാറുണ്ട്. വാഹനങ്ങളൊന്നുമില്ല. ഞങ്ങൾ കഴിച്ച് ബസ്സിന് കിട്ടുന്ന റൂട്ടാണെങ്കിൽ ബസ്സിന് പോകും, അല്ലെങ്കിൽ നടന്നു പോകും. എൻ്റെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന 8 മാസം വരെയും വില്ലേജുകളിലൂടെ ഒരുപാട് നടന്നു പോയിട്ടുണ്ട്. ഒത്തിരി വില്ലേജുകൾ വിസിറ്റ് ചെയ്യാൻ, സുവിശേഷത്തിന് വേണ്ടി പോകാൻ കർത്താവ് കൃപ തന്നു. 8 മാസമായപ്പോൾ ഞാൻ പറഞ്ഞു, ജോൺച്ചാ എനിക്കിനി നടക്കാൻ വയ്യ, ജോൺച്ചാ തന്നെ പറ്റുമെങ്കിൽ പോ, എനിക്കിനി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയം വരെയും പോകാൻ കർത്താവ് ഇടയാക്കി. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കൺസീവ് ആയ ആ ദിവസം മുതൽ ഒരു ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ എടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം ഇത് പ്രാർത്ഥിച്ച് കർത്താവ് തന്നൊരു തലമുറയായതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവിനാണെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ ഓരോ ദിവസം വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ സമയം വരെ ഞങ്ങൾ മുന്നോട്ട് പോകാനിടയായി തീർന്നു. ഒരു ദിവസം പോലും ഒരു ട്രീറ്റ്മെന്റോ ഒരു ടാബ്ലറ്റോ ഒരു ദിവസം ഞാൻ വോമിറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അത്രത്തോളം കർത്താവ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു. ഞാൻ ഈ 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടില് ഒരിക്കലും സുവിശേഷത്തിന്റെ ഇതിൽ ഇറങ്ങിയതിന് ശേഷം പട്ടിണി കിടക്കാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. അനേകർ ആ ഒരു അനുഭവത്തിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം, ആഹാരമില്ലാതെ ഞങ്ങൾ കിടക്കേണ്ട ഒരു അനുഭവം കർത്താവ് വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകാൻ കർത്താവ് അനുവദിച്ചില്ല. ഒരു ദിവസം അന്ന് വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, ഈ വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്കാണ്. അന്ന് ഞങ്ങളുടെ വീട്ടില് ആഹാരത്തിനുള്ള അരി തീർന്നു, മുഴുവൻ സാധനം തീർന്നു. ഞാൻ പറഞ്ഞു, ജോണിച്ചാ നമ്മുടെ ആഹാരത്തിനുള്ള സാധനം തീർന്നു എന്ന് ഞാൻ പറഞ്ഞു. വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്കില്ല, ഉച്ചക്കത്തെ കഴിച്ചു, ഞങ്ങൾ കിടക്കുവാണ് രാത്രി. പെട്ടെന്ന് ഞങ്ങളുടെ റൂമിന്റെ അടുത്തുനിന്ന് ആരെന്നറിയില്ല ഒരു ഡോർ കൊട്ടുന്ന സൗണ്ട് ഞങ്ങൾ കേട്ടു. ഞാൻ പോയി ഡോറ് തുറന്ന് നോക്കുമ്പം ഞങ്ങളുടെ വീട്ടിലെ തൊട്ടടുത്ത വീട്ടിലൊരു ഹിന്ദു മാതാവാണ്. അമ്മച്ചി ഒരു ടൈലറാണ്. പുള്ളിക്കാരി ഒരു പാത്രം കയ്യിൽ അടച്ചു പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വീട്ടിൽ അകത്ത് വന്ന് നോക്കിയപ്പം മീൻ്റെ മുട്ട പൊരിച്ചത് ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കത്തക്ക പോലെ ഒരു വലിയ പാത്രത്തിനകത്ത് നിറച്ച് ഇത് ഞങ്ങൾക്ക് തരാനിടയായി ചേർന്നു. ഒരു ദിവസം പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അങ്ങനെ പോലും ദൈവം ഒരു അത്ഭുതത്തിലൂടെ ദൈവം അന്ന് ഞങ്ങളെ വിടാനിടയായിത്തീർന്നു. കാരണം ഞാൻ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൂടെ വഹിക്കുന്നു. ദൈവത്തിന് നമ്മുടെ അവസ്ഥകളെ അറിയാൻ പറ്റും. ദൈവം ആ ഒരു അവസ്ഥയിൽ ഞങ്ങളെ നടത്താൻ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു 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 അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം നമ്മളെ സഹായിക്കാൻ നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ പലപ്പോഴും ഉണ്ടെങ്കിലും ദൈവത്തിന് ആരെ വേണേലും നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു അത്ഭുതം, ഒരു വിടുതലാണ് ദൈവം ആ ഒരു മാതാവിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ആ വില്ലേജിൽ നിന്ന് ഞങ്ങൾ വേറൊരു വില്ലേജിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ മാറി താമസിക്കാൻ ഏകദേശം 6 വർഷം ഞങ്ങൾ ആ വില്ലേജ് താമസിക്കാനിടയായിത്തീർന്നു. ഭദ്രാവതി എന്ന് പറയുന്ന ടൗണിനടുത്തുള്ള ഒരു വില്ലേജിൽ 6 വർഷം ഞങ്ങൾ താമസിക്കാനിടയായിത്തീർന്നു. തുടർന്നുള്ള ശുശ്രൂഷയൊക്കെ അവിടെ തന്നെയായിരുന്നു. ഞാൻ ഈ 8 മാസം കൺസീവ് ആയിരിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ ഈ പുതിയ വില്ലേജ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയി. അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ ചാനലുണ്ട്. ആ ചാനലിലൊക്കെ സഹോദരിമാരൊക്കെ നിന്ന് തുണി അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ വില്ലേജിലോട്ട് കയറുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ഈ വില്ലേജിൽ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഹൃദയം കർത്താവ് തുറക്കണേന്ന് ഞങ്ങൾ ആ ചാനലിന്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചു. കാരണം ആറ്റരികത്തിരുന്ന് ലുദിയ തുണി അലക്കുന്ന സമയത്താണല്ലോ ലുദിയുടെ ഹൃദയം ദൈവം തുറക്കുന്നേ. അപ്പൊ ഈ ഒരു പ്രാർത്ഥന ഞങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ വില്ലേജിനകത്തേക്ക് പോകാനിടയായി തീർന്നു. ഞങ്ങൾ ആ വില്ലേജിൽ ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നു സംസാരിച്ച് ഇന്നപ്പം ആ പുള്ളിക്കാരുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ റൂമില് ഭിത്തിക്കൊന്നും സ്ഥലമില്ല. കാരണം ഭിത്തി
ഇത് അവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോ ഇങ്ങനെ നിറച്ചു വെച്ചേക്കുക. പുള്ളിക്കാരി ഭയങ്കര ഭക്തിയാ, ബ്രാഹ്മിൺസ് തോറ്റു പോകും. പുള്ളിക്കാരുടെ പൂജയും കാര്യങ്ങളൊക്കെ കാണാൻ ആ ദേശത്ത് വലിയ വലിയ കുലസ്ത്രീകളൊക്കെ വന്നു നിന്ന് നോക്കും. കാരണം അതുപോലെ ഭക്തിയുള്ള ഒരു സ്ത്രീയാണ് ഇവര്. ഭയങ്കരമായിട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ഇരുന്ന ഇരിപ്പില് വെള്ളം പോലും ഇറക്കാതെ ഇരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞങ്ങൾ ചെന്ന് കണ്ട ആ സഹോദരി. അവര് പറഞ്ഞു, ഞങ്ങക്ക് യേശുവിനെ വേണ്ട, പക്ഷെ ഞങ്ങളുടെ അനിയത്തി ക്രിസ്ത്യാനി, അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. അവരെ തൊട്ടടുത്ത് അവരുടെ വീട്ടിൽ, അനിയത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അനിയത്തിയുടെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പം അനിയത്തി അകത്തിരുന്ന് ഭയങ്കര കരച്ചിലുള്ള ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നിൽക്കുക. ഹസ്ബൻഡ് ആണെങ്കിൽ കുടിച്ച് നല്ല ശില്പിയാണ് പുള്ളി, നല്ല വർക്ക് അറിയാം. പക്ഷെ കിട്ടുന്ന 1 രൂപ പോലും കളയാതെ മുഴുവൻ കുടിച്ച് നശിപ്പിച്ച് കൂടെ ഉള്ളവർക്കും കുടിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഗുസ്തി, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു യൗവനക്കാരൻ. ഈ സഹോദരൻ അടുത്തൊരു വീടിന്റെ തിണ്ണെ പോയി കുടിച്ച് ബോധമില്ലാതെ കിടപ്പുണ്ട്. ഈ പുള്ളിക്കാരിയാണെങ്കിൽ ഈ സഹോദരൻ അനേകം ഒത്തിരി കടം വരുത്തി വെച്ചേക്കുന്നു. ഇതെല്ലാം നിമിത്തം ചത്താൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്ത ഈ സഹോദരി വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ചെന്നിട്ട് ഈ പുള്ളിക്കാരുടെ ചേച്ചി എന്നിട്ട് പറഞ്ഞത്, ഇവര് ക്രിസ്ത്യാനികളാണ്, നിന്നെ കാണണമെന്ന് പറഞ്ഞു, നിന്നോട് സംസാരിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾ ചെന്ന് ഈ സഹോദരി വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ, ഇവരുടെ വിഷയങ്ങൾ പറയാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാല് അന്ന് ആ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ദൈവം ചെയ്തു. ആ കുടുംബം പിന്നത്തേതിൽ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. പക്ഷെ ആദ്യം സ്നാനപ്പെട്ടത് ചേച്ചിയാണ്. പക്ഷെ അന്ന് ആ ആത്മഹത്യയിൽ നിന്ന് ദൈവം ആ കുടുംബത്തെ വിടുവിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങള് തിരിച്ച് ഈ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവർക്ക് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ഇളയതൊരു കൊച്ചാണ്. ഹസ്ബൻഡ് മേസ്തിരിപ്പണിയാണ്, പുള്ളിക്കാരി ടൈലറാണ്. അപ്പം ഈ ഒരു കുടുംബത്തില് ഞങ്ങള് ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഹസ്ബൻഡിനെ ടൗണിൽ വെച്ച് ഈ കൊച്ചു കണ്ടു. അപ്പൊ ഈ മോള് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവള് കണ്ടിന്യൂ ഒന്നും പഠിക്കാൻ പോകാതെ ഒരു മെഡിക്കലിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പം ഇവള് കണ്ടിട്ട് പറഞ്ഞു, അങ്കിള് ഞങ്ങളുടെ വീട് വരെ വരണം, അമ്മ അങ്കിളിനെ കാണുവാണെങ്കിൽ പറയണോന്ന് പറഞ്ഞു, ഒന്ന് വരണോന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ ആ വീട്ടിൽ ചെന്നപ്പം അവര് പറഞ്ഞു, നിങ്ങൾ അന്ന് വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം ഞങ്ങൾക്ക് ഒരു അത്ഭുതം നടന്നു. എന്റെ മോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവള് സ്കിൻ ഡിസീസ് ഒക്കെ ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. അവള് ഫുൾ കൈ ഡ്രസ് ഇട്ടുണ്ട് എന്നും അവള് നടന്നിരുന്നത്. അവളെ കാണിക്കാൻ ഹോസ്പിറ്റലില്ല. ബാംഗ്ലൂർ അവർ ജോലി ചെയ്ത സമയത്തെല്ലാം എല്ലാ ഹോസ്പിറ്റലും കൊണ്ട് കാണിച്ചിട്ട് ഇതിനൊരു വിടുതലില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ അന്ന് ഇവിടെ വന്ന് പോയതിനു ശേഷം മോക്ക് സൗഖ്യമായി, അവൾക്കൊരു വിടുതലായി. ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറയാനിടയായിരുന്നു. ആ ഒരു കുടുംബത്തിലൂടെ ഞങ്ങൾക്ക് ആ വില്ലേജിൽ കണ്ടിന്യൂ പോകാൻ അവസരം ദൈവം തന്നു. പിന്നത്തെ ഞങ്ങൾ ആ വില്ലേജിലേക്കാണ് ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങോട്ട് തന്നെ മാറ്റാനിടയായി തീർന്നു. അവിടെ TPM പോകുന്ന ഒരു സഹോദരൻ ഞങ്ങൾക്ക് വീട് ലീസിന് എടുത്തു തരാനും അവിടെ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. ആ വില്ലേജിൽ പല കുടുംബങ്ങൾ പലരും വന്ന് വിടുവിക്കപ്പെടാൻ ഇടയായി തീർന്നു. ചിലർക്ക് വിടുതൽ മതി, ചിലര് തുടർച്ചയായിട്ട് നിന്നവരുണ്ട്. പിന്നത്തേതിൽ ഈ ഒരു കുടുംബം കണ്ടിന്യൂ പ്രാർത്ഥനയ്ക്ക് വരാനും കുടുംബമായിട്ട് അവർ സ്നാനപ്പെടാനും ഒക്കെ കർത്താവ് ഇടയാക്കി. ഇവർ സ്നാനപ്പെട്ടതിന് ശേഷം ഇവരുടെ അനിയത്തിയും കുടുംബമൊക്കെ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ കുടുംബങ്ങൾ ആ ദേശത്തെ കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. ഈ ഒരു സുഖമില്ലാതിരുന്ന് പറഞ്ഞ ഈ കുഞ്ഞിന്റെ സൗഖ്യം അനേകർക്കൊരു ആ ദേശത്ത് തന്നെ പലർക്കൊരു അത്ഭുതമാണ്. കാരണം അത്രത്തോളം ആ വില്ലേജിൽ ജനിച്ചപ്പോൾ മുതൽ അവൾ ആ വില്ലേജിലുണ്ട്, അന്ന് തൊട്ട് കാണുന്നവരാണ്. അപ്പൊ ഇവിടെ സൗഖ്യമൊക്കെ അനേകർക്കൊരു അത്ഭുതമായിരുന്നു. അതിനുശേഷം ഇവര് ക്രിസ്ത്യാനി ആയി എന്ന് കണ്ടപ്പം ഇവരുടെ സ്വന്തക്കാർ തന്നെ പലരും ഇവരോട് അകൽച്ച പാലിച്ചു. കാരണം നിങ്ങൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞ് നിന്റെ മോടെ കല്യാണമൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ളൊരു ചോദ്യം വന്നു. മരിച്ചാൽ പോലും നിന്റെ ഭവനത്തിന് ഞങ്ങൾ വരത്തില്ല. അപ്പം ഈ കൊച്ചിന്റെ അപ്പം പറഞ്ഞു, ഞങ്ങൾ ഞങ്ങൾക്ക് പഞ്ചായത്തുകാരുണ്ട്, അവരെടുത്തിട്ടോളൂ, നീ വരണ്ടെന്നും പറഞ്ഞു അവരെ വഴക്ക് പറഞ്ഞു. അങ്ങനെ പുള്ളി ആ കർത്താവിനോടുള്ള ഒരു ശൗര്യം അങ്ങനെ ഇന്നും അതുപോലെ ശൗര്യത്തോടെ നിൽക്കുന്നു. ആ കുഞ്ഞിന്റെ വിവാഹം പലർക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിൽ നല്ലൊരു ശരിക്കും തമിഴ് ആൾക്കാർ അവരുടേതായ നിലയിൽ ജാതി ഇതൊക്കെ നോക്കുന്ന ഒരു ആൾക്കാരാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ആ പ്രദേശത്തൊക്കെ ഉള്ളത്. ജാതിയിൽ കൂടിയത് കുറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വേർവ്യത്യാസ ദേശത്തുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല
ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു യൗവനക്കാരൻ ഈ കൊച്ചിനെ കല്യാണം കഴിക്കാനിടയിൽ ജോൺചാനോട് പറഞ്ഞു, പാസ്റ്ററെ, അപ്പൊ ആ യൗവനക്കാരന്റെ പിതാവ് പറഞ്ഞു, പാസ്റ്ററെ, മോനൊരു പെണ്ണിനെ ആലോചിക്കണം, ഞങ്ങൾക്ക് ദൈവഭയമുള്ള ഒരു നല്ലൊരു കൊച്ചു മതിയെന്ന് അത്രയും മാത്രം പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങളുടെ ഈ കൊച്ചിന് വേണ്ടി ഞങ്ങൾ കല്യാണാലോചന ആലോചിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ സഭയിൽ വരുന്നൊരു കൊച്ചാണ്, അപ്പൊ അവിടെ കാര്യം ഞങ്ങൾ വേണം ചെയ്യാൻ. കാരണം മാതാപിതാക്കൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ടും ഞങ്ങൾ ഈ വിഷയത്തിന് മുന്നോട്ട് വരാനിടയായി തീർന്നു. ഈ അവനക്കാരനുമായിട്ട് കൊച്ചിന്റെ കല്യാണം സംസാരിക്കാനിടയായി തീർന്നു. വളരെ ആശ്ചര്യപ്പെടുന്ന നിലയിൽ ആ വില്ലേജ് വെച്ച് തന്നെ എൻഗേജ്മെന്റ് നടത്താൻ കർത്താവ് ഇടയാക്കി. എല്ലാവർക്കും ആശ്ചര്യം, എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ആ ദേശം ആശ്ചര്യപ്പെടുന്ന നിലയിൽ ദൈവം അവരുടെ കല്യാണം എൻഗേജ്മെന്റും പട്ടണത്തിൽ വെച്ച് തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കല്യാണം നടത്താനായിട്ട് കർത്താവ് ഇടയാക്കി. അവർക്ക് രണ്ട് തലമുറകളെ ഒരു കോൾ വന്ന ദൈവം അവർക്ക് 2 തലമുറകളെ പിന്നത്തേതിൽ കൊടുത്തു. അങ്ങനെ ആ കുടുംബം കർത്താവിന് വേണ്ടി ഇന്ന് അവിടെ നിൽക്കുന്നു. ആനിയത്തിയുടെ കുടുംബവും ആ ദേശത്ത് അവരുടെ കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഇന്ന് അവിടെ ആ ദേശത്തായിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ആ ദേശത്തിന് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരേണ്ടതായ ഒരു സാഹചര്യം വന്നു. കാരണം വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. മാത്രമല്ല പല ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ബാധ്യതകളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനത്തെ അവിടെ ഒരു പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാനിടയായിത്തീർന്നു. ഈ സമയത്ത് പിന്നെയും ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഞങ്ങൾക്ക് വരാനിടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം ഒരുങ്ങി വന്നു. അങ്ങനെ വിദേശത്ത് ഏകദേശം 5 വർഷം ജോലി ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങള് ഈ വില്ലേജിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ ഞങ്ങൾ വില്ലേജിൽ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. വില്ലേജിൽ അനുഭവിച്ച 1-2 കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ പോയാൽ, ഞങ്ങൾ താമസിക്കുന്ന വീട് ഓടിട്ട വീടാ. ഈ ഓടിട്ട വീട് ആ ദേശത്തെ കല്ലുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു കല്ലെടുത്ത് കൈ പിടിച്ചാൽ അതൊരു കുറഞ്ഞ ഒരു 1/4 കിലോയ്ക്ക് കൂടുതൽ വെയിറ്റ് കാണും. അതുപോലെ വെയിറ്റ് ഉണ്ട്. ഏറ്റവും ചെറിയ കല്ലെങ്കിലും അത്രയും വെയിറ്റ് കാണും. ഇതിനേക്കാൾ വലിയ കല്ലാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് സന്ധ്യയ്ക്ക് ആ ദേശത്ത് ഒത്തിരി പേര് യവനക്കാരൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. പാട്ട് പാടാനും ഒക്കെ ആയിട്ട് ഇവർ വന്നിരിക്കും. പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടം. അപ്പൊ എല്ലാവരും വന്ന് ഹോളി വന്നിരുന്ന് എല്ലാവരും പാട്ട് പാടും, പ്രാർത്ഥിക്കും. അപ്പൊ ഇതൊക്കെ പലർക്കും വിരോധത്തിന് കാരണമായി തീർന്നു. പല കുടുംബങ്ങൾ വരുന്നത് പലർക്കും വിരോധത്തിന്, പലരും വിടുവിക്കപ്പെടുന്നു. പക്ഷെ ഇതൊക്കെ ചിലർക്കെങ്കിലും ഒരു വിരോധമായിരുന്നു. അപ്പം ഇരുട്ടത്ത് ഇരുന്നുകൊണ്ട് ഇവര് കല്ലെടുത്തെറിയും. ആരെ എറിയുന്നതെന്നൊന്നും കാണാൻ പറ്റത്തില്ല. പലപ്പോഴും പല ഓട് വീടിനെ പൊട്ടാനിടയായി തീർന്നു. ഒരു ദിവസം ജോൺചാന്റെ മുമ്പിൽ ഇരുന്ന് പാട്ടുപാടി ആരാച്ചോണ്ടിരിക്കും. ഞങ്ങൾ ഇങ്ങനെ സൈഡിലോട്ട് നീങ്ങിയിരിക്കുക. പെട്ടെന്നൊരു കല്ല് കുഞ്ഞടുത്ത് കിടപ്പുണ്ട്. പെട്ടെന്നൊരു കല്ല് വന്ന് വീണത് ഇങ്ങനെ തട്ടി വന്ന് താഴെ, കൊച്ചിന്റെ ദേഹത്തും വീണില്ല, ജോൺചാന്റെ ദേഹത്തും വീണില്ല, ഇങ്ങനെ വന്ന് വീഴാനിടയായി തീർന്നു. അത് വീണ ശരിക്കും ആ കല്ലിന്റെ ഭാരത്തിന് തല പൊട്ടി നല്ല ബ്ലീഡിങ് ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ദൈവം അതിനെ അനുവദിച്ചില്ല. ഒരു ദിവസം പകല് ഞാൻ ഇളയ മോനെ തൊട്ടിലിട്ടാട്ടി ഉറപ്പിച്ചോണ്ടിരിക്കുക. അപ്പം നമുക്ക് റൂമിനകത്ത് ഫാൻ ഇല്ലാത്തതുകൊണ്ട് ജനല് തുറന്നിട്ടിട്ടാണ്, ആ ഹോളിലാണ്. അപ്പം ജനല് തുറന്നിട്ട് പാട്ട് പാടിയവനെ തൊട്ടിൽ ഉറപ്പിച്ചോണ്ടിരിക്കുക. മുറ്റത്ത് മാവിന്റെ 1-2 മരം നിൽപ്പുണ്ട്. അപ്പം അപ്പുറത്തുനിന്ന് കല്ല് വന്നാൽ നമുക്ക് ആരാ എറിയുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ കല്ല് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നോക്കിയപ്പോ ഒരു കല്ല് വന്നിട്ട് കുഞ്ഞിന്റെ തൊട്ടിലിനെ തട്ടി താഴെ പോയി വീണു. ഭയങ്കര ഒരു കല്ല്. അപ്പൊ ഇതുപോലുള്ള പ്രതികൂലങ്ങൾ പല പ്രാവശ്യം ആ വില്ലേജ് വെച്ച് ഉണ്ടാകാനിടയായിരുന്നു. ഒരു ദിവസം പോലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ രാത്രി ഈ വില്ലേജുകാർ ഉപദ്രവിക്കാനിരിക്കുക, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. അങ്ങനെ വല്ലതും ചെയ്യാൻ താല്പര്യമാണെങ്കിൽ കുഴപ്പമില്ല. അതിന് ഞങ്ങൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമൊക്കെ അന്നുണ്ടായി. പക്ഷെ പിന്നത്തേതിൽ ഈ ഒരു പ്രതികൂലങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ വരാനും പോകാനൊക്കെ ഇടയെങ്കിലും ഇതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. പല പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ച പലരെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം അതിനുള്ള സാധ്യതകൾ ദൈവോട് ഒരുക്കി തന്നു. ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച പല കേസുകളെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസമെങ്കിലും ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഉള്ള അവകാശം ആ ഒരു വില്ലേജിൽ വെച്ച് കർത്താവിന്റെ സ്നേഹം എങ്ങനെയൊക്കെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ ഒരു അവസരമൊക്കെ കർത്താവ് വില്ലേജ് ഞങ്ങൾക്ക് തരാനിടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ആ ഒരു വേറൊരു പ്രസ്ഥാനത്തെ അവിടുത്തെ പ്രവർത്തനം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോന്നു. ഇന്ന് അവിടെ ഒരു നല്ലൊരു ഗാദറിങ് അവിടെ കൂടി വരുന്നുണ്ട്. നല്ലൊരു പ്രവർത്തനം അവിടെ ആ വില്ലേജിൽ നടക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ദുബൈക്ക് പോകാനൊരു 5 വർഷത്തേക്ക് ദുബൈക്ക് പോകാനായിട്ടൊരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഇതിനുശേഷം അവിടെ ചെന്നതിന് ശേഷം പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോകാൻ കർത്താവ് എനിക്ക് കൃപ തന്നു.
പലപ്പോഴും അവിടുത്തെ അവസ്ഥകളൊന്നും വിളിച്ച് ഇങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഇത് ഗൾഫിലുള്ളവരുടെയൊക്കെ ഒരു അനുഭവമാണ്. അവിടെ എന്തെല്ലാം നടന്നാൽ അതെല്ലാം വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരുടെ ഭാരവും വേദനയും എന്തായിത്തീരും, ദൂരത്തിരിക്കുന്നവരല്ലേ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ വിളിച്ച് പറയാറില്ല. ഇതുപോലെ തന്നെ അവിടെ ഉണ്ടായ പല അനുഭവങ്ങളും ഇവിടെ വിളിച്ച് പറയാൻ പറ്റാതെ ആ സമയത്ത് വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ ദൈവം തന്ന സമയമാണ്. 2015 ഞാൻ ദുബൈക്ക് പോകുന്നത്. ആ സമയത്ത് കർത്താവ് ചില വാട്സാപ്പ് കൂട്ടായ്മകൾ ദൈവം തന്നു. ചിലത് ഇന്നും ആ സഹോദരങ്ങളൊക്കെ പ്രാർത്ഥനയുടെ വലങ്കരം ഇന്നും കൂടെ ഉണ്ട്. അവിടെ പോയ സമയത്ത് ഒരു ഇൻസിഡന്റ് നടന്നത്, ഒരു ദിവസം ഞാൻ നോക്കുന്ന ഒരു 80 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു അവിടുത്തെ ഷെയ്ഖ്, പുള്ളി അവിടുത്തെ ഗവൺമെന്റിന്റെ റിട്ടയർഡ് മിലിറ്ററി മെക്കാനിക് എഞ്ചിനീയർ ആണ്. റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെയും അനേക വർഷങ്ങൾ അവിടുത്തെ മിലിറ്ററിയുടെ തന്നെ ഉദ്യോഗത്തിലിരുന്ന ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അയാളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പുള്ളി ഫുൾ ടൈം വീൽ ചെയറിലായിരിക്കും, കാരണം അത്രയും വയ്യാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ രാത്രിയിലെ കെയറിന് വേണ്ടിയാണ്, കാരണം രാത്രിയിലെ മുസ്ലിംസ് അകത്ത് ആണുങ്ങളെ പ്രവേശിപ്പിക്കത്തില്ല. പകലൊരു ഫിലിപ്പൈനീസ് സ്റ്റാഫ് വരും, രാത്രിയില് എനിക്ക് അകത്ത് ഡ്യൂട്ടിയാണ്. അപ്പം രാത്രി മുഴുവൻ ഈ മനുഷ്യന് ഉറങ്ങുകയില്ല. ഭയങ്കര ഇറിറ്റേഷനായ ഒരു മനുഷ്യന്. നമുക്കൊന്ന് പോയി ഇരുന്നു കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് എഴുന്നേൽപ്പിക്കും. നമ്മൾ നിൽക്കുന്നു കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ. നമ്മളെ മൈൻഡ് ഒന്നും നമ്മളെ നോർമൽ ആകാൻ വിടില്ല. നമ്മുടെ ശ്രദ്ധ എവിടെങ്കിലും ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചു നിർത്താൻ നമ്മളെ വിടില്ല. ഇങ്ങനെ നമ്മളെ വല്ലാതെ ടെൻഷനാക്കി കളയുന്ന ഒരു മെന്റാലിറ്റിയാണ് മനുഷ്യന്. എങ്കിലും ഈ എന്റെ പ്രാർത്ഥനയിലുള്ള സഹോദരങ്ങളെ ഈ അനുഭവങ്ങളൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്യും പകല് വന്നിട്ട്. ഇവരുടെ പ്രാർത്ഥന ആ സമയത്തൊക്കെ വളരെ എനിക്ക് സപ്പോർട്ടായിരുന്നു. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന അവർക്കറിയാം, കാരണം അവർ ഇതുപോലുള്ള പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇവരുടെയൊക്കെ ടോർച്ചർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് വളരെ പ്രേയറിൽ അവരുടെ സപ്പോർട്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് ബാത്റൂമിൽ പോവുക. അപ്പം വീൽ ചെയറിൽ കൊണ്ടുപോകണം. ബാത്റൂമിൽ നിന്ന് വാഷ് ബേസിൻ ചെന്ന് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഇയാൾ തിരിച്ചു വരുമ്പം ഈ ബാത്റൂമിലോട്ട് ഇറങ്ങുന്ന ആ ഒരു റൂമിലേക്കും ഇറങ്ങുന്ന ആ സൈഡിൽ ഒരു ചെറിയ ഹമ്പ് പോലെ. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് വീൽചെയർ മേലോട്ട് കയറിയിട്ട് റൂമിലോട്ട് ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിങ്ങനെ പുഷ് ചെയ്ത്, അപ്പൊ ഈ കാല് വെക്കുന്ന സ്റ്റാൻഡിൽ കാലിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ തിരിച്ച് കൊണ്ടുവരുന്നത്. ഈ മനുഷ്യൻ കാല് മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. കാലെടുത്ത് താഴെ വെച്ച് ഞാൻ കണ്ടില്ല പുറകിൽ നിന്ന്. ഞാൻ ഇത് സാധാരണ പുഷ് ചെയ്യുന്ന അതേപോലത്തെ തന്നെ വീൽചെയർ ഞാൻ പുഷ് ചെയ്തു. പെട്ടെന്ന് ഈ മനുഷ്യൻ കാല് നിലത്ത് കുത്തിപ്പിടിച്ച മനുഷ്യൻ പെട്ടെന്ന് എടുത്തടിച്ച് താഴെ വീണു. അലച്ച് ഭയങ്കര സൗണ്ടിൽ ഇയാൾ താഴോട്ട് പോയി വീണു. അടുത്ത റൂമിൽ തന്നെ മകളൊക്കെ ഉണ്ട്. അപ്പം ഈ മകളാണെങ്കിൽ ഭയങ്കര ചെന്നനാൾ മുതൽ ഈ മകൾ എന്നോട് ഭയങ്കര ശത്രുതയാണ്. കാരണം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി, എന്റെ എഗ്രിമെന്റ് അതാണ്, ഞാനിട്ട കരാർ അതാണ്. നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്ത് പകൽ ഒരു ജോലി എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അവർക്ക് പുള്ളിയുടെ സ്റ്റാഫായിട്ടാണ് ഞാൻ അവിടെ ചെന്നേക്കുന്നത്. അപ്പം മറ്റു ജോലിക്കാർ ചെയ്യുന്ന കൂടെ അവരുടെ കൂടെ കയറി ചെയ്യേണ്ട ഒരു ജോലി എനിക്ക് ചെയ്യേണ്ടതായിട്ട് എനിക്കില്ല. പക്ഷെ ഈ മകള് സമ്മതിക്കില്ല. ചെന്നപ്പം മുതൽ ഞാൻ ഉച്ച വരെ ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് മറ്റു പണി ചെയ്യണമെന്നും പറഞ്ഞ് ചെന്നപ്പോ തൊട്ട് ഇവളുടെ ടോർച്ചർ താങ്ങാൻ പറ്റാതെ വളരെ ഇവളെ കൊണ്ടുള്ള ശല്യം ഒട്ടും സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന സമയം വളരെ ദേഹോപദ്രവം വരെ ഇവളെനിക്ക് തരാനിടയായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ വീഴുന്നത്. ഇവളാണ് ഈ സൗണ്ട് കേട്ടോണ്ട് ഇവളും ഭർത്താവും കൂടെ ഓടി വരുന്നത്. ഇവിടെ ഭർത്താവ് അവിടുത്തെ CBI ഉദ്യോഗസ്ഥരാ. അപ്പം ഈ മനുഷ്യനെ ഇവർ ഓടി വന്നു ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ തിരിച്ചു കൊണ്ടുവന്നതാ, ഇങ്ങനെ ഇവിടെ പുഷ് ചെയ്ത സമയത്ത് ഞാൻ താഴെ വീണെന്ന്. ഇദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു അവൾ എന്നെ തെള്ളിയിട്ടാന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എനിക്ക് റിപ്ലൈ ഇവരുടെ അറബിയിൽ പറയാൻ അറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് ഇവരുടെ കാര്യം ബോധിപ്പിച്ചു. എന്നിട്ട് ഇവരുടെ കൊച്ചുമോൻ ഒരു ചെറുക്കനുണ്ട്, അവന് ഇച്ചിരി തിരിച്ചറിവുള്ള ഒരു ചെറുക്കനാ. അവൻ ചോദിച്ചു സിസ്റ്റർ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. ഞാൻ കസേരയിൽ ഇരുന്നിട്ട് ചോദിച്ചു എന്താ കാലം എങ്ങനെ ആയിരുന്നേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നേ, ഇങ്ങനെ സംഭവിച്ചാന്ന് പറഞ്ഞു. പിന്നെ ദേഹത്ത് മുറിവൊന്നും സംഭവിച്ചില്ല, ചുമന്ന പാടുണ്ട്. പക്ഷെ ബ്ലഡ് പോയിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നേനെ. ദൈവത്തിന്റെ മഹാദൈവം കൊണ്ട് ബ്ലഡ് ഒന്നും പോയില്ല. ഒരു രൂപ നമ്മുടെ ഈ 10 രൂപ നാണയത്തിന്റെ വലിപ്പത്തിൽ മുട്ട് ചതഞ്ഞു, പക്ഷെ ബ്ലഡ് ഒന്നും പോയില്ല. ഇത് പെട്ടെന്ന് ഇവരെന്നെ ഇത് കണ്ടിട്ട് ആംബുലൻസിന് അവർ പെട്ടെന്ന് ഫോൺ ചെയ്തു. ഞാൻ BP നോക്കാൻ നോക്കിയപ്പം BP ഒന്നും നോക്കാൻ എന്നെ കൊണ്ട് വിട്ടില്ല. ഫോൺ ചെയ്ത വിത്തിൻ സെക്കൻഡിൽ ആംബുലൻസ് ഒരു മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് അത് എത്ര പെട്ടെന്ന് എത്തുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് അവർ വന്നു, പേഷ്യന്റിനെ ചെക്ക് ചെയ്തു, ഡോക്ടറുണ്ട്, സിസ്റ്റർമാരുണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഇവർ വന്ന് നോക്കിയിട്ട് പുള്ളി ആകെ പേടിച്ചു പോയി. അപ്പം BP ഒക്കെ നോർമലാ, കുഴപ്പമില്ല. പിന്നെ ഇവർ തന്നെ എടുത്ത് ബെഡേ കിടത്തി. എന്നോട് പറഞ്ഞു നീ പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ പുറത്തു പോയി. ഞാൻ പെട്ടെന്ന് എൻ്റെ വാട്സാപ്പിലുള്ള സഹോദരങ്ങളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥിച്ചോണെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലോട്ടൊന്നും വിളിച്ച് പറഞ്ഞില്ല.
എന്നിട്ട് ഇവര് ഈ മനുഷ്യൻ എന്നെ തള്ളിയിട്ടാന്ന് ഈ ആംബുലൻസിൽ വന്ന ഡോക്ടേഴ്സിനോടും പറയുന്നുണ്ട്, സിസ്റ്റേഴ്സിനോടും പറയുന്നുണ്ട്, മക്കളോടും പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തെള്ളിയിട്ടാന്ന്. ഞാൻ ഈ പറയുന്ന വാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് എനിക്ക് ആ വാക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ അന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ തള്ളിയിട്ടെന്ന് പറയുന്ന വാക്ക് എനിക്ക് പിന്നെയും എന്റെ ഇങ്ങനെ കേൾക്കുക. എന്നിട്ട് മനുഷ്യന് വെള്ളമൊക്കെ കൊടുത്തു. പുള്ളി സ്റ്റേബിളായി. കുറച്ചു നേരം പുള്ളിയുടെ കിടന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇപ്പോഴത്തെ റൂമിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അരമണിക്കൂറെങ്കിലും ഇവരവിടെ വെയിറ്റ് ചെയ്ത് കാണാം. എല്ലാം കഴിഞ്ഞിട്ട് ഇവര് പോയി. കുറെ കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇവരുടെ അനുവാദം ഇല്ലാതെ ഈ റൂമിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പത്തേക്ക് പുള്ളിക്കാരന്റെ വൈഫ് വന്നു, മക്കളൊക്കെ വന്നു, എല്ലാരും വന്നു. അപ്പം എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായെന്ന് എന്തോ എനിക്കറിയത്തില്ല. ദൈവ ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും ഇയാള് വിളിച്ചിട്ട് എന്റെ പേര് പറഞ്ഞു വിളിയാ. അപ്പം ഈ ഒരു മോള് മാത്രം എന്നെ അടുപ്പിക്കുകയല്ല. പക്ഷെങ്കിൽ വൈഫ് പറഞ്ഞു, അവള് പൊക്കോട്ടെ, അവിടെ അടുത്ത് നിന്നോട്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ അവിടെ ചെല്ലുന്ന ആ മാസം ഏകദേശം 7-8 സ്റ്റാഫ് ഇദ്ദേഹത്തിന് വേണ്ടി വന്നേച്ച് തിരിച്ചുപോയി. കാരണം വരുന്ന ഒരാൾ പോലും 2 ദിവസം 3 ദിവസം തികച്ച് ചെയ്യത്തില്ല. കാരണം അത്രത്തോളം ഇറിറ്റേഷനായി മനുഷ്യൻ. ദൈവത്തിന്റെ കൃപയാല ചെന്ന അന്ന് മുതൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അവിടെ നിൽക്കാൻ, ആ ഡ്യൂട്ടി ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആ മനുഷ്യൻ ഞാൻ എന്ത് ആഹാരം എടുത്തു കൊടുത്താലും പുള്ളി കഴിക്കും. എങ്ങനെ പുള്ളിയോട് പറഞ്ഞു കൊടുത്ത പുള്ളി അത് മനസ്സിലാക്കാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു എന്നല്ലാതെ എന്റെ മുടുക്കൊന്നും എനിക്ക് പറയാനില്ല. ആ മനുഷ്യൻ അങ്ങനെ ഇവരൊക്കെ ഇവരുടെ രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവര് രാത്രി ഒരു സമയത്ത് പോയി സന്ധ്യക്കൊക്കെ ഇവര് വീട്ടിൽ നിന്ന് ഇവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ പാർട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ രാത്രി 2 മണി 3 മണിക്കൊക്കെയാ വരുന്നത്. ഈ സമയം വരെ ഈ മനുഷ്യനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. ഇവർക്കറിയാം ഈ മനുഷ്യനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചെറിയ ചില്ലറ കാര്യമല്ലെന്നുള്ളത് ഈ വൈഫിന് അറിയാം. കാരണം അത്രത്തോളം ഈ മനുഷ്യന്റെ ടെൻഷൻ ഉണ്ടെന്നുള്ളത് അറിയാം. പല കാര്യങ്ങൾക്കും ആ പുള്ളിക്കാരി വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാരി എത്രത്തോളം ഞാൻ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷെ മക്കൾ അത്രത്തോളം ഒന്നുമില്ല. അവർ വന്ന് കണ്ട് ഹായ് ബായ് പോകുന്നല്ലാതെ ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ തള്ളയ്ക്ക് അറിയാം, ഈ അമ്മച്ചിക്ക് അറിയാവുന്നത് കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു അവളവിടെ നിന്നോട്ടെന്ന് പറഞ്ഞ് എന്നെ അകത്ത് വിട്ടു. ഈ അപ്പനും വിളിച്ചു, അവളെ വരാൻ പറയാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, നിന്നെ എന്നെ കാണാൻ നീ ഇവിടെ ഇത്ര നേരം എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വെളിയിലുണ്ടായിരുന്നു, മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെളിയിലായിരുന്നു എന്ന് പറഞ്ഞു. മക്കളാരും എനിക്ക് വേണ്ട, നീ ഇവിടെ അടുത്ത് വേണം, ഇവിടെ കാണണം, എന്റെ അടുത്ത് നീ തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ദൈവത്തിന്റെ കൃപയാൽ അത് അങ്ങനെ സോൾവ് ആക്കാൻ ദൈവം ഇടയാക്കി. അധികമായിട്ടൊന്നും ദോഷമായിട്ടൊന്നും ഭവിക്കാതെ കർത്താവ് എന്നെ അവിടെ സൂക്ഷിച്ചു. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരങ്ങൾ ഇന്നും അവരുടെ പ്രാർത്ഥനയുടെ ബലം എനിക്കുണ്ട്. ഇന്നും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് ഒരു പ്രാർത്ഥനയുടെ ഒരു എന്താ പറയുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ഒരാളെങ്കിലും നമ്മുടെ പിമ്പിലുള്ളത് എത്രത്തോളം. കാരണം വിഷയങ്ങൾ അറിഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷെങ്കിൽ നമ്മൾ ആ കടന്നു പോകുന്ന സിറ്റുവേഷനെ അവർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാനും അത് ഏറ്റെടുക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു കൂട്ടം ഉള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു അനുഭവം ആ വീട്ടിൽ വെച്ച് എനിക്ക് ഉണ്ടാകാനിടയായി തീർന്നു. ഒരു ദിവസം അടുത്ത ഈ ടങ്സ് പ്രയറിന്റെ അടുത്ത ഒരു അനുഭവത്തിലൂടെ ഞാൻ എന്നെ കർത്താവ് കടത്തി വിട്ട ഒരു സിറ്റുവേഷൻ ഞാൻ പറയാൻ പോവാ. അപ്പം ഇങ്ങനെ ഇദ്ദേഹത്തിനോടുള്ള ഡ്യൂട്ടി ഞാൻ പറഞ്ഞില്ല, രാത്രി ഭയങ്കര സ്ഥലങ്ങൾ, ഈ മനുഷ്യനെ ഉറങ്ങല, രാവിലെ വരെ വീൽ ചെയർ ഇങ്ങനെ മേളിലും താഴും. വീട് ഭയങ്കര ഏക്കറിനകത്തുള്ള ഒരു വീടാ. അപ്പൊ ഇതിനകത്തൂടെ ഇങ്ങനെ കൊണ്ട് നടക്കണം ഈ മനുഷ്യന്, കാഴ്ചകൾ കണ്ടുകൊണ്ട്. രാത്രി മൊത്തം ലൈറ്റും അതും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കണം, ഉറങ്ങല. ഒരു ദിവസം രാത്രിയിൽ ഒരു 2 മണിയായപ്പോ ഈ മനുഷ്യൻ ഉറങ്ങി. ഇയാൾ പറഞ്ഞു എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആഹാരം എന്താന്ന് പറഞ്ഞു. പതിവില്ലാത്തൊരു ചേഞ്ച്. ആഹാരം എന്താന്ന് പറഞ്ഞു. കഴിച്ചിട്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. കയറി കൊണ്ടുപോയി കിടത്തി. ഈ മനുഷ്യനെ ഉറങ്ങി. 2 മണി, കറക്റ്റ് 2 മണി. എന്നോട് പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ താഴെ കാർപ്പറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം വീട്ടില് അമ്മച്ചിയില്ല, പുള്ളിക്കാരി ഇതുപോലെ വെളിയിൽ പാർട്ടിക്ക് അവിടെ പോയേക്കുക. അപ്പം 2 മണിയായി. ഈ പിതാവ് അപ്പൊ തന്നെ കിടന്നു. ഞാൻ അപ്പൊ തന്നെ പ്രാർത്ഥിക്കാനിരുന്നു. കറക്റ്റ് 4 മണി വരെ ടങ്സിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പച്ചൻ എഴുന്നേറ്റു. പിന്നെ പുള്ളിയുടേതായ ഡ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ അങ്ങനെ ബിസി ആയിപ്പോയി. പിന്നെ എന്താ സംഭവം ഒന്നും, പിന്നെ അതിനെപ്പറ്റി ഞാൻ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചെന്നോ അല്ലെങ്കിൽ എന്താന്നുള്ളത് തിങ്ക് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. രാവിലെ ഞാൻ റൂമിൽ വന്നതിന് ശേഷം വീട്ടിൽ വിളിച്ചപ്പോ അമ്മച്ചി രാവിലെ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പം പറഞ്ഞു, മോനെ ഇന്നലെ ഇതുപോലെ അമ്മാച്ചൻ, അതായത് അമ്മയുടെ ആങ്ങള, ബിൽഡിങ്ങിന്റെ പണിക്ക് പോകുന്ന ആളാ, മെക്കാട് പണിക്ക് പോകുന്ന ആളാ. പുള്ളി 2 നിലയുടെ മണ്ടയിൽ നിന്ന് താഴെ വീണു.
അപ്പം വീഴുന്നു, 2 മണിക്ക് വീണു. പുള്ളിയെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് CT ചെയ്യാനായിട്ട് 2-3 പ്രാവശ്യം നോക്കിയിട്ടും CT MRI ഓർക്കുന്നില്ല, 2-3 പ്രാവശ്യം ചെയ്തിട്ട് ടൈം കൊടുത്തിട്ട് പുള്ളിയെ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുക. ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് കൊടുത്തത് രാത്രി 3 മണിക്കാണ്. ഈ സമയമാണ് 2 മണിയായപ്പോൾ ദൈവാത്മാവ് എന്നോട് പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ വിഷയം ഞാൻ അറിയുന്നില്ല. അപ്പം രാവിലെ അമ്മ പറഞ്ഞു, മോനെ രാത്രി 3 മണിക്കായിരുന്നു അച്ഛന് പിന്നെയും ഇത് സ്കാൻ ചെയ്യാനായിട്ട് സമയം കൊടുത്തേ. നല്ലപോലെ കിടന്ന് ഉറങ്ങി, ഒട്ടും ശല്യമില്ലാതെ ഉറങ്ങി, ചെക്കപ്പ് ചെയ്തു, റിപ്പോർട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു 6 മാസം മരുന്ന് കഴിക്കണം, അല്ലാതെ വേറെ പ്രയാസമൊന്നുമില്ലെന്ന് റിപ്പോർട്ട് വന്നു, പ്രാർത്ഥിച്ചോളോന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കർത്താവ് എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്നുള്ള രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ ടാങ്ക്സ് പ്രേയറിനുള്ള ബന്ധത്തിൽ എനിക്ക് രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ്. ഇതിനുശേഷം ഞാൻ പിന്നെയും കുറച്ച് നാളും കൂടെ അവിടെ ജോലി ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അപ്പച്ചൻ മരിച്ചുപോയി. 84-85 വയസ്സുണ്ട് അപ്പച്ചൻ മരിക്കുന്ന സമയത്ത്. അതിനുശേഷം 2019 ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഇവിടെ വന്നു 19 ജൂണിൽ ഞാൻ ജൂലൈയിലേക്ക് ഞാൻ തിരിച്ച് പോന്നു. എനിക്കൊരു 6 മാസം കൂടെ സമയം ഉണ്ടായിരുന്നു. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഒരു ശ്രമിച്ചുവെങ്കിലും പിന്നീട് ദൈവത്തിന്റെ ഹിതമല്ല എന്ന് എനിക്ക് തോന്നി. കാരണം പലയിടത്ത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല. സമയത്താണ് ചൈനയിൽ കൊറോണയൊക്കെ പൊട്ടി പുറപ്പെടുന്നത്. ആ ഒരു സമയത്തുള്ള ബന്ധത്തിൽ പിന്നെ ഞാനിങ്ങ് തിരിച്ചു പോന്നു. പിന്നീട് ഇതുവരെയും പോകാനുള്ള ഒരു അവകാശം പിന്നീട് വിളിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇതിനുശേഷം പിന്നെ ഇവിടുത്തെ ജോലി കാര്യങ്ങൾ, ഇവിടുത്തെ ശുശ്രൂഷ ഇങ്ങനെ ഇവിടെ ഇതുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊറോണയുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ വന്നു. ഇവിടെ 2021 ആ സമയമൊക്കെ കൊറോണയൊക്കെ ശക്തമായ സമയത്ത് സ്കൂളൊക്കെ അടച്ചു. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ തന്നെ, ഞങ്ങളും പുറത്തു പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. ഈ സമയത്ത് ഞങ്ങൾ രാവിലെ എഴുന്നേക്കും പ്രാർത്ഥിക്കാൻ. കുഞ്ഞുങ്ങൾ 11 മണി വരെയൊക്കെ കിടന്നുറങ്ങും. കാരണം അവർക്ക് ഒന്നും പോകണ്ടല്ലോ, വെയിലൊക്കെ ആയിട്ട് പുറത്തോ ഒന്നും പോകണ്ടെന്ന് ഓർത്തിട്ട് അവർ 10-11 മണി വരെ അവർ കിടന്നുറങ്ങും. കാരണം രാത്രി കിടക്കുന്ന താമസിച്ച്. ഈ സമയം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ സമയത്ത് തന്നെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വരുന്ന ആ പീരീഡില് ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടായത്. എന്നെ ഒരു ബ്രദർ പ്രയർ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരനെ, പുള്ളി മിനിസ്ട്രിയായിട്ടൊക്കെ ഇച്ചിരി ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഞാനൊരു നമ്പർ തരാം, ഇതൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, എന്താ വിഷയം എന്നറിയത്തില്ല, ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഈ സഹോദരിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, അപ്പൊ പുള്ളിക്കാരി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതേ ഉള്ളൂ, വന്നിട്ടില്ല. വചനമൊക്കെ കേട്ട്, പുള്ളി കാത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടില്ല. പുള്ളിക്കാരി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ശക്തമായൊരു അടിസ്ഥാനം ഒന്നും പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല. കാരണം എല്ലാം ഈ ഓൺലൈൻ പ്രെയർ മീറ്റിങ്ങും കാര്യങ്ങളാണ്. ചർച്ചിൽ പോകാനുള്ള ഒരു അവസ്ഥയൊന്നും ആയി വന്നില്ല. ഈ സമയത്ത് പുള്ളിക്കാരിക്ക് ഒരു പ്രയർ സപ്പോർട്ട് വേണം. വീട്ടിലാണെങ്കിൽ അപ്പയും മക്കളും മാത്രം ബോംബെയില്. അപ്പൊ ഈ സമയത്ത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. മോളും പപ്പയും തമ്മിൽ ഭയങ്കര വഴക്കായിട്ട്. വിഷയം ഞാൻ അറിയുന്നില്ല. അപ്പം സംഭവം ഇതാണ് സംഭവം നടന്നത്. പപ്പയെ കൊല്ലൂന്നും പറഞ്ഞ് ഈ കൊച്ചു ഒരു കൊല്ലാനായിട്ട് കത്തിയും കൈ പിടിച്ച് വീടിന് ചുറ്റും നടക്കുക. അപ്പനുമായിട്ട് അതുപോലെ അടിയുണ്ടായി. എന്താ അവര് ചെറിയൊരു വിഷയമാണ്, അത് വലുതായിട്ട് അപ്പന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഈ കൊച്ചു വളരെ റാഷായി. അന്ന് അവള് സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് അങ്ങാണ്ട് പഠിക്കുന്ന സമയം, CA പഠിക്കാനൊക്കെയുള്ള ആ ഒരു ടേണിങ്ങിൽ അവൾ നിൽക്കുന്ന സമയമാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള റാഷായി. ഒരിക്കലും അങ്ങനെ പോകുന്ന കൊച്ചല്ല. അങ്ങനെ ആ ഒരു ഇൻസിഡന്റില് അങ്ങനെ ഒരു സംഭവം വീട്ടിൽ സംഭവിച്ചു. എന്നിട്ട് ഈ കൊച്ച് അപ്പനെ പുറത്തോട്ട് ഇറക്കത്തില്ല, കഥവ് വെളിയിൽ കുറ്റിയിട്ടിട്ട് ഇവിടുന്ന് വിളിച്ചിട്ട് അപ്പനോട് പറയും പുറത്തിറങ്ങി കൊല്ലും. ഇങ്ങനെ കത്തിയുമായിട്ട് ഈ കൊച്ചു നിൽക്കുക. ഈ സമയത്താണ് ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഒരു അനുഭവം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ സമയം ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടില്ല, വരുന്ന ആ സമയം തിരിച്ചു വരേണ്ട ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയമാണ്. ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ പ്രാർത്ഥിക്കേണ്ട, ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞു ടങ്സ് പ്രയർ ചെയ്യാൻ പറഞ്ഞു. ടങ്സിൽ പ്രാർത്ഥിച്ചിട്ട് വോയിസ് അയക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊരു 18 മിനിറ്റ് 58 സെക്കൻഡ് ഒരു ടങ്സ് പ്രയറിൽ ഞാൻ സമയം പ്രാർത്ഥിച്ചിട്ട് ഞാൻ വോയിസ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾക്ക് ടങ്സ് പ്രയർ അറിയത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം ചെയ്യുക, ഓപ്പൺ ചെയ്ത് കേട്ടോണ്ട് സ്തോത്രം പറയുക, കർത്താവ് ബാക്കി ചെയ്തോളും. എനിക്ക് എന്താ ഇതിന്റെ പുറകിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നോട് ടങ്സ് പ്രയർ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വോയിസ് മെയിൽ ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് സന്ധ്യക്ക് പോകാനുള്ള സമയമായപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി എന്നെ പിന്നെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ കർത്താവ് വലിയവനാ, കുഞ്ഞിനെ ദൈവം ശാന്തമാക്കി, അവളുടെ അന്തരീക്ഷം മാറി, ദൈവം അവളെ വിടുവിച്ചു, ദൈവം അവൾക്ക് ഒരു വിടുതൽ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നത്തേതിൽ ഈ പുള്ളിക്കാരി പിന്നെ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ പുള്ളിക്കാരിയുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവിടെ ഒരു ദൈവസഭയുടെ അംഗമായിട്ട് തീരാനും
അവരുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ. ഈ കുഞ്ഞ് പിന്നത്തേതിൽ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊരു സെറ്റിൽമെന്റിലേക്ക് ദൈവം ആ കുഞ്ഞിനെ വിടാനൊക്കെ ഇടയായിത്തീർന്നു. പിന്നത്തേതിൽ ഒരു ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ടോന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്കൊക്കെ വരാനുള്ള അവസ്ഥ കർത്താവ് അവർക്ക് കൊടുത്തു. ഇതിനുശേഷമാണ് ഞങ്ങളിവിടെ ആ കൊറോണയുടെ സമയത്ത് ഇവിടെ ഇരിക്കുന്ന സമയം ഒരു ദിവസം രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുക. ഈ സമയത്തും എനിക്ക് ഈ ബ്രദർ തന്നെ പിന്നെ ഒരു കോണ്ടാക്ട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ പ്രാർത്ഥിക്കാനാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ അവിടെ ജോലിക്ക് നിൽക്കുന്നത് കൊണ്ടും പുള്ളിക്ക് എന്താ പറയുന്നത്, സഹോദരിമാരോട് അത്രയും ഓപ്പണായിട്ട് പോയി കാര്യങ്ങൾ സംസാരിക്കാനോ പറ്റാത്തത് കൊണ്ട് പുള്ളി എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരനായതുകൊണ്ട് വിഷയങ്ങൾ പറയുകയും ഷെയർ ചെയ്യുകയും പ്രയർ കോണ്ടാക്ട് ഉള്ളത് തരികയും ചെയ്യും. അപ്പം പിന്നെ ഇതുപോലെ തന്നെ വിദേശത്തുള്ള ഒരു സഹോദരിയുടെ വിഷയം പറഞ്ഞു, സിസ്റ്ററെ പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ഫാമിലിക്ക് വേണ്ടി എനിക്ക് തന്ന ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവരുടെ മമ്മി എന്നെ വിളിച്ചിട്ട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും വിഷയങ്ങൾക്ക് വേണ്ടി പേര് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ബ്രഷ് ചെയ്തിട്ട് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവിനോട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് എന്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുക. ഞാൻ പെട്ടെന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഈ കൊച്ചിന്റെ തന്നെ അതായത് വേറൊരു സഹോദരിയാണ്, അവളുടെ വോയിസ് എനിക്ക് വന്നു. സിസ്റ്റർ, ഞാൻ ഈ സമയം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്റെ അവളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഇതും ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി അവിടുത്തെ സമയത്തില് ജോലിക്ക് രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിയാകും പുള്ളി റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇവരുടെ കാര്യം. അപ്പം സമയം ഒരുപാടായല്ലേ പക്ഷേ അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാനിടയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു. ഞങ്ങൾ വോയിസ് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടൊരു ടങ്സിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 1-2 മണിക്കൂർ ഞങ്ങൾ ആ ടങ്സ് പ്രയർ കണ്ടിന്യൂ ചെയ്തു. വൈകുന്നേരം ആയപ്പോ എനിക്ക് വോയിസ് വന്നു, സിസ്റ്റർ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവാത്മാവ് ഈ സഹോദരി ആയിരിക്കുന്ന സിറ്റുവേഷനെ കർത്താവ് കാണിക്കാനിടയായി തീർന്നു. ഇവിടെ ഏതൊരു അവസ്ഥയിലാണ് പൈശാചിക മണ്ഡലം എങ്ങനെയാണ് ഇവിടെ ബന്ധിച്ചു വെച്ചിരിക്കുന്നതെന്ന് കർത്താവ് കാണിച്ചു. ആ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് അവളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആ ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കർത്താവ് കാണിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവള് വോയിസ് ഇട്ട്, സിസ്റ്ററെ എനിക്ക് വിടുതലായി, ഞാൻ ഈ സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങി, ഞാൻ സ്വസ്ഥമായി, എനിക്കൊരു വിടുതലായി. അവളെ അടക്കി വെച്ചിരുന്ന അന്ധകാര ശക്തിയുടെ പ്രവൃത്തിയെ കർത്താവ് ഒന്ന് കാണിക്കാൻ അതിൽ നിന്നൊരു വിടുതലും കർത്താവ് കൊടുക്കാനിടയായി തീർന്നു. ഇതിനുശേഷം ഞങ്ങള് ആ ഒരു വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷ വിരോധികളുടെ ഒരു ഭയങ്കരമായ ഒരു അറ്റാക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആ വർഷം നടക്കാനിടയായി തീർന്നു. ഞങ്ങൾ ഒരു ദിവസം 21 ദിവസം ഉപവാസിക്കാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ വന്നു. എന്തിനു വേണ്ടി ഉപവസിക്കണം ഏതൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഉപവസിക്കാൻ തീരുമാനിച്ചു. 21 ദിവസം ഉപവാസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പഴയ ആദ്യം പ്രവർത്തിച്ച വില്ലേജിലേക്ക് ഞാനും ഹസ്ബൻഡൂടെ പോവുക. ഞങ്ങൾ അവിടെ പോയത് അന്ന് ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന ഒരു അമ്മച്ചിയെ കാണാനാണ് പോകുന്നത്. അമ്മച്ചി വളരെ വയ്യാതിരിക്കുക. അപ്പം അമ്മച്ചിയുടെ മോള് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് പോയി കണ്ടിട്ട് പറ്റുമെന്ന് ആശുപത്രി വരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങളുണ്ട് അവിടെ പോയി. അവിടെ ഈ അമ്മച്ചിയെ കാണാൻ ചെന്ന് കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിന് ചുറ്റും യവനക്കാർ വളഞ്ഞു. തൊട്ടടുത്തിരുന്ന വീട്ടിലെ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ മതപരിവർത്തനം ചെയ്യുന്നവർ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനൊരു ആക്ഷൻ എടുത്തു. ആ ദേശത്തെ RSS BJP ആൾക്കാർ കൂടാനിടയായി തീർന്നു. ചോദിച്ചാൽ അന്ന് നല്ല ഹൈറ്റും വെയിറ്റുക. അപ്പം പെട്ടെന്ന് അകത്തോട്ട് കയറി വന്നിട്ട് ആളം വിധം തല്ലാൻ തുടങ്ങി. ഒരുത്തൻ ഹെൽമെറ്റ് എടുത്ത് തലക്കിട്ടടിച്ചു. അപ്പം വിദേശത്ത് ഞങ്ങൾ ജോലി ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒരു 2 വീലറൊക്കെ കർത്താവ് തന്നു. ഈ കുറച്ച് പേരെന്നെ ഇത് വന്ന് വലിയൊരു ഓട അവിടെ പണിതിട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ. ആ ഇതിലേക്ക് ഞങ്ങളുടെ വണ്ടി എടുത്തെറിഞ്ഞ് അത് നശിപ്പിച്ച് കളഞ്ഞു. ഹെൽമെറ്റ് എടുത്ത് ഇദ്ദേഹത്തിന്റെ തലക്കിട്ടടിച്ചിട്ട് ഹെൽമെറ്റ് പൊട്ടിപ്പോയി, കണ്ണെല്ലാം ചുമന്ന്. പെട്ടെന്ന് ഈ യവനക്കാർ ഇദ്ദേഹത്തെ നിലത്തൂരിട്ട് വലിച്ചഴച്ച് പൊക്കാൻ പറ്റാത്തതിന് വലിച്ച് റോഡിൽ കൊണ്ടുവന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് നടത്തി അമ്പലത്തിന്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ആളം ഇത് അടി തുടങ്ങി. ഈ സമയത്ത് എന്റെ ഹൃദയം പതറിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തിനാണ് എന്നോട് ഉപവസിക്കാൻ ദൈവാത്മാ പറഞ്ഞെന്ന്. ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് ആ സമയത്ത് ആ ചുറ്റുപാടിൽ ആരുമില്ല. വില്ലേജ് മൊത്തം ഒറ്റക്കെട്ടായി, പുറത്തുനിന്നുള്ള ആൾക്കാർ മൊത്തം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. വരുന്നവരെല്ലാം അടിയാണ്. എന്നിട്ട് അവരുടെ നാമം പറയുകയാണ്. പറന്ന് ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുക. പെട്ടെന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഏകദേശം കുറേ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മൈൻഡ് പോകുന്നില്ല. പെട്ടെന്ന് ഞങ്ങള് 1.25 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറോളമായി ഇവരുടെ ഉപദ്രവം പിന്നെയും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഞങ്ങളുടെ ഒരു ദേവാസിനെ വിളിച്ചു. അന്നേരം പറഞ്ഞു, സിസ്റ്റർ നിങ്ങളെ അവിടെ വാടകയ്ക്ക് വീടെടുത്ത് തന്നില്ല, അദ്ദേഹത്തെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞപ്പം അവർ TPM ഏകദേശം 40 യൗവനക്കാര്, ചർച്ചിൽ പോകുന്ന 40 യൗവനക്കാര് പെട്ടെന്ന് അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇവര് പെട്ടെന്ന് ഞങ്ങളെ അത്രയും ഉപദ്രവിച്ചതിന് ശേഷം ഇവർ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്ന് ഞങ്ങളെ
പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയമാണ് ഈ യൗവനക്കാർ വരുന്നത്. ഇവര് വില്ലേജ് വന്ന സമയത്തിന് ഇവര് വില്ലേജിൽ നിന്ന് പുറത്തു പോയി. ഞങ്ങൾ ഉപദ്രവിച്ചൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപ്പോഴാണ് ഇവർ വരുന്നത്. പക്ഷെങ്കിൽ അവിടെ രണ്ടു കൂട്ടരുടെ കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കിയില്ല. ഒരു വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ ദൈവം അവിടെ ഒരുപക്ഷെ ആ യൗവനക്കാരുടെ രക്തത്തിളപ്പിന് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എങ്കിലും അവിടെ മറ്റൊന്നും സംഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. ആ ഒരു ഉപദ്രവം അത് ദൈവഗീത പ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ദൈവനാമ മാത്രത്തിന് കാരണമായി തീർക്കാൻ കർത്താവ് ഇടയാക്കിയെന്നല്ല, അതൊന്നും പറയാനില്ല. ഞങ്ങൾ ഏകദേശം 3 മണി വരെ പോലീസ് സ്റ്റേഷനിൽ 3-4 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ ഇരുത്തി കുറ്റം ഞങ്ങളുടെ മേളിൽ തന്നെ ആക്കിയിട്ട് ഞങ്ങളെ അവിടുന്ന് വിടാനിടയായി തീർന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ എഴുതി വെച്ച് ഈ വില്ലേജിലേക്ക് ഇനി വരാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു കണ്ടീഷനൊക്കെ അവിടെ തന്നു. പക്ഷെങ്കിൽ പിന്നീട് ഞങ്ങളവിടെ പോകുന്നുണ്ട്. എങ്കിലും ശക്തമായിട്ടൊരു പ്രവർത്തനം ഞങ്ങൾക്ക് ഇന്ന് അവിടെ ഇല്ല. അവിടെ വേറൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഒരു കൂട്ടം ജയൻ അവിടെ പോകുന്നു. എങ്കിലും ഞങ്ങൾ ആ വില്ലേജിന് വേണ്ടി കണ്ടിന്യൂ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം 2023 ഞാൻ കടന്നുപോയ ഒരു അവസ്ഥയാണ്. ഒരു ദിവസം കൊച്ച് ജോയൽ പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ജോയലൊരു പ്രത്യേക അവസ്ഥയെ കൂടെ കടന്നു പോകാൻ പോവാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവന്റെ ദേഹമെല്ലാം കുരുക്കൾ പൊങ്ങി. ഇവന് ചിക്കൻ ബോക്സ് ആയി. ഞങ്ങള് ഈ പൊങ്ങമ്പനി എന്നുള്ള ഇതില് ഇവന് മരുന്നൊക്കെ കൊടുത്തു. എന്തായാലും ആ കൊടുത്ത മരുന്ന് അവന് എഫക്റ്റ് ആയി. അവൻ അതിൽ നിന്ന് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പനിയൊക്കെ മാറി അവൻ എഴുന്നേറ്റു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ശരീരം മൊത്തം ഇതേ അവസ്ഥയായി. അപ്പൊ ഇത് ചിക്കൻ ബോക്സ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതേ മരുന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ലൂസ് മോഷനും വോമിറ്റിങ്ങും കൂടി, പനി കൂടി, മുടിയുടെ അറ്റത്തും നഖത്തേലും ഈ കുരുക്കളില്ല. പക്ഷെ ബാക്കി ശരീരം മൊത്തം ഞാൻ പരിക്കളാൽ എൻ്റെ ശരീരം മൊത്തം ബാധിച്ചു. എൻ്റെ മൂക്കില്, വായില്, ചെവിയില്, എല്ലാ സ്ഥലത്തും, എല്ലാ ശരീരത്തിലെ മുഴുവൻ ഭാഗത്തും ഈ കുരുക്കൾ ബാധിച്ചിട്ട് എനിക്ക് കിടക്കത്തില്ല, വേദന, പിന്നെ ഇത് ചൊറിയാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ നീറ്റിലാണോ പുകച്ചിലാണോ വേദനയാണോ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. ശരീരത്തിന്റെ ഓരോ ഞാടി ഞരമ്പുകളും കഴച്ചു പൊട്ടി വലിയുന്ന അനുഭവം, വല്ലാത്തൊരവസ്ഥ. വെള്ളം കുടിക്കാൻ വയ്യ, വായിക്കകത്തെല്ലാം പുകച്ചില്, നീറ്റില്, തൊണ്ടയിലെല്ലാം ഈ ഒരു അവസ്ഥ. കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശബ്ദം പോയി, സൗണ്ട് വരുന്നില്ല, എങ്ങനായി. അപ്പം കുറെ ദിവസം ഈ ഒരു അവസ്ഥയിലൂടെ പോവാണ്. ഡോക്ടറെ ഒന്നും പോയി കാണുന്നില്ല. കാരണം ഇത് ചിക്കൻ ബോക്സ് ഇങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനെ അങ്ങ് മാറുമല്ലോ എന്നുള്ള ഉദ്ദേശത്തില് കുറെ ദിവസമായിട്ട് ഹോസ്പിറ്റലൊന്നും പോയില്ല. പക്ഷെ ലൂസ് മോഷനും വോമിറ്റിങ്ങും കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡീഹൈഡ്രേഷനായി, വല്ലാതെ ശരീരത്തിന്റെ തളർച്ച കൂടി. സന്ധ്യ ആയപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ബോധം പോകുന്നു. എനിക്ക് 2 പ്രാവശ്യം എനിക്ക് ബോധം പോയി വന്നു. 3-ാമത്തെ പ്രാവശ്യം ബോധം പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ തോന്നി ഹോസ്പിറ്റലിൽ പോകുന്നു പറയുന്ന പോലെ തോന്നി. പെട്ടെന്ന് ജോണിച്ചാൻ ഇങ്ങനെ രാവിലോട്ട് അദ്ദേഹം ടയർഡായിട്ട് വന്ന് അടുത്ത് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ജോണിച്ചാൻ ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പതിയെ പറഞ്ഞപ്പോൾ എന്നോട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 പറഞ്ഞു. പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. അടുത്തൊരു ക്ലിനിക്കുണ്ട്, അവിടെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് ഹെർപ്പീസ് ആണെന്ന് പറഞ്ഞു. എന്തോ ചെയ്യായിരുന്നു ഇത്രയും ദിവസം, ഇത്രയും കൂടുന്നവർ എന്തിനാ വെച്ചോണ്ടിരുന്നതെന്ന് ചോദിച്ചു. ഡോക്ടർ വഴക്ക് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ഒരു 4-5 ഇഞ്ചക്ഷൻ അങ്ങോട്ട് തന്നു. ഒരു 3-4 ഗ്ലൂക്കോസ് ഒക്കെ ആ സമയത്താണ്. പെട്ടെന്ന് എനിക്ക് 1-2 മണിക്കൂറിനുള്ളിൽ ഞാൻ അല്പം റിക്കവർ ആകാനായിട്ട് കർത്താവ് ആ സമയത്ത് സഹായിച്ചു. ഞാൻ മയങ്ങുമ്പോൾ ഞാനൊരു കാഴ്ച കാണുക. നമ്മുടെ ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു സ്ത്രീയുണ്ട്. പുള്ളിക്കാരി ആഭിചാരി ഇതെല്ലാം കാര്യങ്ങളൊക്കെ രാവുമ്പോൾ ഇതുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ കാണുവാണ്, ഈ സ്ത്രീ വീട്ടിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇവര് വന്നിട്ട് കഥ കൊട്ടിട്ട് വന്നിട്ട് മോളോട് പറയുന്നതായിട്ട് ഞാൻ കാണുക. നിന്റെ അമ്മയുടെ ശവം ഇപ്പൊ കൊണ്ടുവരുമെന്ന് കൊച്ചുങ്ങളോട് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോ പിശാചെന്ന് ഞാൻ അവിടെ കിടന്ന് ആ ഉറക്കത്തിൽ ഞാൻ ശ്വാസിച്ചിട്ട് പിന്നെ ഞാൻ മയങ്ങി. പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ എന്തായാലും വിളിച്ചോ? ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ മനസ്സിനകത്തൊരു പേടി കയറി. കാരണം കൊച്ചുങ്ങളോട് വന്ന് എന്തെങ്കിലും സ്ത്രീ പറഞ്ഞോ, കൊച്ചുങ്ങൾ പേടിച്ചോ, ഒരു വല്ലാത്തൊരു ഭയം എന്റെ മനസ്സിനകത്തായി. എങ്കിലും 9-9:30 ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കൊച്ചുങ്ങൾ ശാന്തമായിട്ടിരിക്കുകയാണ്. എനിക്കൊരല്പം ഒരു ആശ്വാസം, ഇഞ്ചക്ഷനൊക്കെ തന്നതിന് ശേഷം ഒരല്പം ആശ്വാസമായി. എങ്കിലും ഞാൻ ആ കിടപ്പ് 25 ദിവസം കിടന്നു. 25 ദിവസത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റു. ഞാനപ്പോൾ ഈ എൻ്റെ ഗുളിക മരുന്ന് തന്നെങ്കിലും എനിക്ക് തന്ന മെഡിസിനിൽ ഒരു ഗുളിക പ്രത്യേകം പറഞ്ഞ് രാത്രി മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് മാത്രം. പക്ഷെങ്കിൽ ഞാനത് 3 നേരം കഴിച്ചിട്ട് എനിക്ക് ചൊറിച്ചിലിനോ നീറ്റിലിനൊന്നും ഒരു കുറവുമില്ല. എനിക്ക് സൗണ്ട് കിട്ടുന്നില്ല. ഞാൻ അപ്പം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ എൻ്റെ ശബ്ദം കർത്താവിന് വേണ്ടി ഞാൻ തരാമെന്ന് അന്ന് ഞാൻ സമർപ്പിച്ചു. അതിനുശേഷം പാടാനോ പ്രാർത്ഥിക്കാനോ എന്ന് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് എൻ്റെ കൈവിട്ട് പോകുന്നത് എനിക്കറിയാം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ദൈവത്തിന്റെ ആത്മാവിനെ ആ ഒരു സൗണ്ടിനെ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കർത്താവ് ആ ഒരു അവസ്ഥയിൽ 25 ദിവസത്തിന് ശേഷം ഞാൻ ആ രോഗക്കിടക്കയിൽ എഴുന്നേക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. കറക്റ്റ് 8-ാമത്തെ ദിവസം നമ്മുടെ ചർച്ചിൽ, നമ്മുടെ സെന്ററിന്റെ IPC ഇവിടുത്തെ ഈ സെന്ററിന്റെ മാസയോഗം നടക്കും. ഇവിടെ അടുത്ത് തന്നെയാണ് ചർച്ച്, 2 കിലോമീറ്റർ അപ്പുറത്ത് ചർച്ച് മാസയോഗമാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് ചിക്കൻ ബോക്സ് ആയി. അവള് വീട്ടിലുണ്ട്.
അപ്പം ഞാൻ ചർച്ചിൽ നിൽക്കുക, ഉച്ചക്കത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഊണ് കഴിക്കാൻ നിൽക്കാതെ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പം വരണമെങ്കിൽ ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ നോത്രം ഞങ്ങളുടെ സഭയിൽ വരുന്ന സഹോദരനോട് പറഞ്ഞു, സഹോദര കൊച്ചു വീട്ടിൽ തന്നെയുള്ളൂ, അപ്പം എനിക്കെന്നെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുവിടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ വണ്ടിയെ കയറി ബൈക്കിൽ പുറകിലിരുന്നു, വൺ സൈഡായിട്ട് ഇരിക്കുക. നമ്മുടെ വീട്ടിലോട്ട് ടേണിങ്ങിന്റെ അവിടുന്ന് ഇങ്ങനെയും കയറി വരാം, അടുത്ത ടേണിങ്ങിലൂടെയും കയറി വരാം. പക്ഷെ ഇദ്ദേഹം നല്ല സ്പീഡിലാണ് വണ്ടി വന്നത്. നമ്മുടെ അവിടുന്ന് ഇങ്ങനെ ടേൺ ആയില്ല, പെട്ടെന്ന് മുന്നോട്ട് തന്നെ പുള്ളി അതേ സ്പീഡിൽ പോവുകയും അപ്പുറത്തുനിന്ന് ഒരു പട്ടി നേരെ വണ്ടിക്ക് മുമ്പിൽ വന്ന് ചാടി. ഈ സ്പീഡിൽ വണ്ടി പോയി പുള്ളി പിടിച്ചു നിർത്തിയെങ്കിലും ഞാൻ കുറെ ദൂരം അങ്ങ് പോയി തെറിച്ചു പോയി വീണു. വണ്ടി കുറെ മുമ്പിൽ പോയി നിന്നു. ഞാൻ എൻ്റെ ഇടത്ത് സൈഡ് അടിച്ചോ ഞാൻ പോയി വീഴുന്നത്. ഈ തലയുടെ ഇവിടെ അടിച്ചു, കയ്യെ പോയി മുട്ടിന്റെ ഇവിടെ എല്ലാം അടിച്ചു, നഖമൊക്കെ ഇളകി, അങ്ങനെ ഒരവസ്ഥയിലായി. പെട്ടെന്ന് ഇദ്ദേഹം പേടിച്ചു പോയി, എന്തോ സംഭവിച്ചെന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നീ പിടിച്ചോണ്ടല്ലേ ഇരുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിടിച്ചോണ്ടൊക്കെയാ ഇരുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വലിയ വണ്ടി ഓടിക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ പെട്ടെന്ന് അപ്പം നമ്മുടെ ചർച്ചക്കോട് ചർച്ചിലുള്ള ദേവദാസൻ അടുത്ത് തന്നെ, അവിടുത്തെ ദേവദാസൻ പുറകെ വണ്ടിയെ വരുന്നുണ്ടായിരുന്നു. എന്നോട് ചാൻഡി വല്ലതും പറ്റുമെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് ഇച്ചിരി വെള്ളമൊക്കെ തന്നിട്ട് അടുത്തൊരു കലങ്കെ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് നമ്മുടെ ഈ വില്ലേജിൽ തന്നെ ഉള്ളൊരു സഹോദരനുണ്ട്, ഇവിടെ നമ്മുടെ ഈ അടുത്തൊരു ചർച്ചിൽ തന്നെ പോകുന്ന സഹോദരൻ പെട്ടെന്ന് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. ദൈവത്തിന്റെ കൃപയാലും മറ്റു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ എൻ്റെ ഒരു നഖം ഒന്ന് ഇളകി, അതല്ലാതെ മറ്റൊന്നും അനർത്ഥം ഒന്നും വരാൻ ദൈവം അനുവദിച്ചില്ല. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അപ്പം ഞാൻ ഈ രോഗക്കിടക്കയിൽ കിടന്ന സമയത്ത് ഒരു ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ടതാണ്, അതരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം ഒന്ന് സൗഖ്യം വരുത്തും. അപ്പൊ ഈ ഒരു വാക്ക് ആ ഒരാഴ്ച എല്ലാം എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക, അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കും എന്നുള്ള വചനം ഇങ്ങനെ വായിലൂടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ കാലിലോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഒരു നഖം ഇളകി പോയി കഴിഞ്ഞ സാധനം രണ്ടാമത് വരുന്ന നഖം ഒരു വല്ലാത്ത ഇതായിരിക്കുമല്ലോ. അപ്പം ഇത് പിശാചിന് എന്നും ഒരു പറയാൻ ഇതാവുമല്ലോ, ഞാൻ വീഴ്ത്തിയാണ്, ഞാൻ തെള്ളിയിട്ടതാണെന്ന് അവൻ പറയുമല്ലോ. അതുകൊണ്ട് ഈ നഖം എനിക്ക് ഇങ്ങനൊരു നഖം വേണ്ട, എനിക്ക് പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു നഖം വേണം. ചെറിയ അടയാളമാണെങ്കിലും അവൻ പ്രശംസിക്കാൻ ഇടയാകരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നഖത്തെ കൈവച്ചിട്ട് പറഞ്ഞു, അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ വചനത്തെ ചൊല്ലി ഞാൻ എൻ്റെ നഖത്തെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ഇന്ന് എൻ്റെ കാലിൽ നഖം കണ്ടാൽ ഒരിക്കലും പറയത്തില്ല അതൊരു വീണ് രണ്ടാമത് വന്ന നഖമാണെന്ന് പറയത്തില്ല, ആദ്യത്തെ നഖം പോലെ ക്ലീൻ ആയിട്ട്. ഇത് ചെറിയൊരു ടെസ്റ്റിമണി ആണെന്ന് പറഞ്ഞാൽ തന്നെയും ആ വചനത്തിൽ എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു വചനമാണ്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ ദൈവത്തിന്റെ വിടുതൽ എനിക്ക് കാണാൻ ഇടയായിത്തീർന്നു. സുശേഷ വിരോധികളുടെ എതിർപ്പ് ഞങ്ങൾക്ക് എന്നും ഉണ്ട്. പബ്ലിക്കായിട്ട് നമുക്ക് പോയി പ്രവർത്തിക്കാനോ പബ്ലിക്കായിട്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല. എങ്കിലും കർത്താവ് ഇവിടെ ഒരു വേല ഞങ്ങൾക്ക് തന്നു. ഇവിടെ ചില ജീവിതങ്ങൾ കടന്നു വരുന്നു, ഞങ്ങളുടെ കൂട്ടായ്മ കൂടുന്നു. സാഹചര്യങ്ങൾ നിമിത്തം പിന്നെയും ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ജോലിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അച്ഛനും കുഞ്ഞുങ്ങളും ഇവിടെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതുവരെയും ഞങ്ങളെ നടത്തി. അന്യഭാഷയിലുള്ള ആരാധന ഈ സമയത്ത് തന്നെ ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വാട്സാപ്പ് സൂമിൽ ഒരു കൂട്ടായ്മ കർത്താവ് തന്നു. ആ ഒരു കൂട്ടായ്മയിലൂടെ ഒരുപാട് ആത്മീയമായിട്ട് വളരാനൊക്കെ കർത്താവ് കൃപ തന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ടങ്സ് പ്രയറിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ആ ഒരു കൂട്ടായ്മയ്ക്ക് ശേഷം കർത്താവ് വെളിപ്പെടുത്തി തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇങ്ങനെയുള്ള ചില കൂട്ടായ്മകളാണ് പ്രാർത്ഥനയുടെ വലങ്കരം ഞങ്ങൾക്ക് തരുന്നത്. ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ജീവിതത്തിലെ അനുഭവങ്ങൾ വചനത്തിലൂടെ തന്നെ, പല വചനങ്ങളിലൂടെ തന്നെ കർത്താവ് ആ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് ബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ ആ വചനത്തിൽ എത്രത്തോളം ആഴമുണ്ടെന്ന്, ആ വചനം എത്രത്തോളം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും എന്നെ കർത്താവ് പഠിപ്പിച്ച ചില അനുഭവങ്ങളാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരു അവസരം എന്ന കർത്തദാസനും ജോയിസ് ടിവിക്കും എൻ്റെ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 8ൽ പഠിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്. അവിടെ ഏത് ഡിനോമിനേഷനോട് ചേർന്നാണ് നിൽക്കുന്നത്? ഞങ്ങൾ IPC-യോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ വില്ലേജിലാണോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ? വില്ലേജില. ചർച്ചൊക്കെ ഇവിടെ വില്ലേജിൽ തന്നെ? നമ്മുടെ വീട്ടിൽ തന്നെ പ്രാർത്ഥന നടക്കുന്നത്. ഓക്കെ. അപ്പം എങ്ങനെ ഈ സുവിശേഷ വിരോധികൾ എങ്ങനെ അത് നമ്മുടെ ഈ ശല്യം ഉണ്ടാക്കും? എപ്പോഴും വരുന്നവര് ഒരുപാട് പേര് സ്റ്റാർട്ടിങ് വരുന്നുണ്ടായിരുന്നു, പിന്നെ അവര് വരാതായി. കാരണം ഇവരുടെ ഈ വില്ലേജിൽ തന്നെ, ഈ വീട്ടിൽ തന്നെ ഒരുപാട് വിടുതലുകൾ നടന്നൊരു വീടായി. വില്ലേജിൽ തന്നെ പൈശാചിക ബന്ധങ്ങളൊക്കെ വിടുവിക്കപ്പെട്ട പലരും ഇന്ന് പല ചർച്ചകളിൽ പോകുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ചപ്പം പലരും അതിനുള്ള മറുപടി കൊടുത്തു. ഞങ്ങളുടെ ഇഷ്ടമാണെന്ന് പലരും നെഞ്ചു നിർത്തി നിന്നവരുണ്ട്. എന്നാൽ ഭയന്ന് പിന്മാറിപ്പോയ പലരുണ്ട്. ചിലര് വിടുതൽ പ്രാപിച്ചു പോയവരുണ്ട്.
എങ്കിലും ഇന്ന് നിൽക്കുന്നവരുണ്ട്. 4-5 കുടുംബം വരുന്നുണ്ട്. അവര് കണ്ടിന്യൂ വരുന്നു, പ്രാർത്ഥനയിൽ സഹകരിക്കുന്നു. എങ്കിലും ഭീഷണിയുണ്ട്. അവര് വകവെക്കാതെ മുന്നോട്ട് പോകുന്നു. ചിലര് വരും, വിടുതൽ പ്രാപിച്ചു പോയവരൊക്കെ ഉണ്ട്. കാരണം ഒന്ന് ഉറക്കെ ചോദിച്ചപ്പോൾ വിട്ടു പോയവരൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പം വിട്ടുപോയവരൊക്കെ ഉണ്ട്. എങ്കിലും കർത്താവിന് വേണ്ടിയുള്ളവരൊക്കെ നിൽക്കുന്നു. പിന്നെ ഈ വില്ലേജിൽ പിന്നെയും പ്രവർത്തനം ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വില്ലേജിൽ ഞങ്ങൾ ഇവിടെ ആയിട്ട് തന്നെ ഏകദേശം 40 വർഷത്തോളമായി. അച്ഛനൊക്കെ ഈ ദേശത്തായിട്ട് തന്നെ ഓക്കെ. അത്രയും കർണാടക സ്റ്റേറ്റിന്റെ അണ്ടറിലാണോ ഇത്? കർണാടക സ്റ്റേറ്റിന്റെ അണ്ടറിലാണോ ഇത്? കർണാടക കർണാടക സ്റ്റേറ്റിന്റെ അണ്ടറിലാ? കർണാടക സ്റ്റേറ്റ് IPC അണ്ടറില. ഓക്കെ ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നെങ്കിലും കർത്താവ് ഇന്ന് ഷിമോഗയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി കർത്താവിൻ്റെ ദാസിയെയും കർത്താവിൻ്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും കർത്താവ് നിർത്തിയിരിക്കുന്നല്ലോ. തുടർന്നും ദൈവം ആ പട്ടണത്തിലാക്കുന്ന നാളുകൾ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ പിന്നെയും സഹായിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. സ്വർഗീയപിതാവേ, തിരുനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസരുടെ കേൾപ്പിച്ച നല്ല ജീവിതാനുഭവങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഷിമോഗയുടെ പ്രദേശത്തെ വില്ലേജുകളിൽ കർത്താവിന് വേണ്ടി പിന്നെയും നിൽക്കുവാൻ അത് എതിരാളികൾ വളരെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിലും കർത്താവ് എന്നും കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും പട്ടണത്തിൽ ദൈവം നിർത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ട് പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണം. ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം. കർത്താവെ, സാക്ഷ്യം അനേകർക്ക് ഒരു പുതിയ പ്രചോദനമായി തീരുവാൻ സഹായിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.